പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണുവാനിടയായിത്തീരും. എല്ലാ ദൈവമക്കളുടെയും വളരെ സമർപ്പിതമാകുന്ന ഒരു പ്രാർത്ഥന എനിക്കാവശ്യമാണ്. കർത്താവ് ഏൽപ്പിച്ച ഒരു തിരുവചന ഭാഗം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ എൻ്റെ ഉള്ളത്തിൽ വളരെ ആഗ്രഹത്തോടു കൂടിയായിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ തുറന്ന്, മനസ്സിനെ തുറന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. ദൈവത്തിൻ്റെ വചനം ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ പറ്റിപ്പിടിക്കണം. വചനം പറയുമ്പോൾ ഞാൻ സാവകാശം പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ കാരണം, പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് ഹൃദയത്തിൽ ധ്യാനിക്കണം. അങ്ങനെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ ഇടയായിത്തീരും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമാണ്. സഭായുഗത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നു എന്നൊരു ചിന്ത എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിലുണ്ട്. കൃപയുടെ വാതിൽ പൂട്ടുവാൻ ഇനിയും അധികം സമയമില്ല എന്ന ഒരു ചിന്ത ആഗോള സഭയിൽ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹവും കൊതിയും ദൈവമക്കളുടെ മേൽ നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവേ, എന്നെ തൊടണം, എന്നെ സ്പർശിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ചുറ്റും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഒരു ഉണർവിന് വേണ്ടി ദൈവമക്കൾ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് 2 കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വചനത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉണർവിന് വേണ്ടിയുള്ള വലിയ കൊതി. ഉണർവ് എവിടെയാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? ഉണർവ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു പക്ഷെ നമ്മൾ ഇന്ന് വരെ കേട്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്തയായിരിക്കാം. പക്ഷേ അതാണ് ഉണർവിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉണർവുണ്ടാകുന്നത് വളരെയധികം വലിയ ആത്മീയരാകുന്ന, വളരെ സ്പിരിച്വലി സ്ട്രോങ് ആകുന്ന ആളുകളുടെ ഇടയിലല്ല. അവർ ഓൾറെഡി ഉണർന്നവരാ, അവരെ ഇനിയും ഉണർത്തേണ്ട ആവശ്യമില്ല. ഉണർവുണ്ടാകുന്നത് ഉറങ്ങിക്കിടക്കുന്നവരുടെ ഇടയിലാണ്. ആത്മീയ വിഷയങ്ങളിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ വലിയ ശൈത്യം, വലിയ തണുപ്പ് അനുഭവിച്ചിട്ടുണ്ടോ ആ കാലഘട്ടം ഉണർവിന് ഏറ്റവും പറ്റിയ സീസണായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉണർവുണ്ടായതിൻ്റെ ചരിത്രം പഠിച്ചാൽ ഒരു കൂട്ടം വളരെയധികം ആത്മീകമായി ക്ഷീണിച്ചു പോയിരിക്കുന്നു, ദൈവവിചാരത്തിൽ നിന്നൊക്കെ ദൂരെ പോയിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ ആരൊക്കെയോ കണ്ണുനീരൊഴുക്കുകയാണ്. കർത്താവേ, ഈ ജനത്തിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം, ഈ സിസ്റ്റത്തിന് ഒരു മാറ്റമുണ്ടാകണം. അങ്ങനെ ഞരങ്ങുന്ന ഞരക്കത്തിൻ്റെ ഉത്തരമാണ് റിവൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ റിവൈവൽ ഉണ്ടാകാൻ ഏറ്റവും നല്ല സമയം, ഏറ്റവും അധികം കറപ്ഷൻ, അതായത് അഴിമതി, ഏറ്റവും അധികം സിസ്റ്റം തകരാറിലായിരിക്കുന്ന സമയം, ഏറ്റവും അധികം ആത്മീക മൂല്യച്യുതി നടക്കുന്ന സമയം, ഇതാണ് ഉണർവിന് പറ്റിയ സീസൺ. കാരണം അവരെല്ലാവരും ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്നവരെ ഉണർത്തുന്ന അനുഭവമാണ് ശരിക്കും ഉണർവെന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിക്കേ. നമ്മുടെ ചുറ്റും സഭ ശരിക്കും, ക്രിസ്തു സഭ ശരിക്കും ഉദാസീനതയിൽ, അലസതയിൽ, ആത്മിക വിഷയങ്ങളിൽ ഒരു മരവിപ്പ് അനുഭവിച്ച് ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മണവാളിനെ എതിരേൽക്കുവാൻ വേണ്ടി കാത്തു നിന്ന കന്യകമാരുടെ ഉപമ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഉപമയ്ക്കകത്ത് 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുദ്ധിയുള്ളവർ ബുദ്ധിയുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് അവർ വിളക്കിനോടുകൂടെ എണ്ണയും കരുതിയിരുന്നു. ഒരു കരുതൽ അവർക്കുണ്ടായിരുന്നു. മണവാളൻ വരുവാൻ വൈകിയാൽ അവർക്കൊരു കരുതലുണ്ടായിരുന്നു. ആ കരുതലാണ് അവരുടെ ബുദ്ധിയുടെ അടയാളമെന്ന് പറയുന്നത്. എന്നാൽ മണവാളൻ വരുവാൻ വൈകിയപ്പോൾ ബുദ്ധിയുള്ളവർ ഉണർന്നിരുന്നു എന്നല്ല വചനം പഠിപ്പിക്കുന്നത്. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ഒരുപോലെ ഉറങ്ങിപ്പോയി. ആദ്യകാല സഭയുടെ ഒരു ലക്ഷണമാണ് ഒരുപോലെ ആത്മീകമായി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ സഭായുഗത്തിൻ്റെ അവസാനമാണെന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിലുണ്ട്. മണവാളൻ അർദ്ധരാത്രിക്കാണോ ഏത് യാമത്തിലാണ് വരുന്നതെന്നറിയില്ല. എന്നാൽ കാത്തിരിക്കുന്നവർ ഉറങ്ങിക്കഴിയുമ്പോൾ ഇതാ ഒരു ആർപ്പുവിളിയുടെ ശബ്ദം. അർദ്ധരാത്രിയിലെ ആർപ്പുവിളി എന്നാണ് ആ ആർപ്പുവിളിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. മിഡ് നൈറ്റ് ക്രൈ എന്ന് ഇംഗ്ലീഷിൽ പറയും. അർദ്ധരാത്രിയിലെ ആർപ്പുവിളി. എന്തായാലും ഉറങ്ങുന്നവരല്ല ആർപ്പ് വിളിക്കുന്നത്. പിന്നെ ആരായിരിക്കാം ആർപ്പ് വിളിക്കുന്നത്? മണവാളനെ എതിരേൽക്കുവാൻ വേണ്ടി കാത്തു നിന്ന കന്യകമാർ ഉറങ്ങിയപ്പോൾ നിശ്ചയമായിട്ടും ആ വീടിൻ്റെ വിവാഹഗ്രഹത്തിൻ്റെ ഗേറ്റിൽ ആരൊക്കെയോ മണവാളനെ കാത്തു നിൽക്കുന്നവരുണ്ട്. അവർ താലപ്പൊലി ഏന്തിയ വനിതകളല്ല, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച വനിതകളല്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞുവെന്ന് മാത്രം. അവർ മണവാളന് വേണ്ടി ഒരു പടിയും കൂടെ മുന്നോട്ട് കയറി കാത്തിരിക്കുന്നവരാണ്. അവർ ജോലി പോലെ എന്തെങ്കിലും അവരെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടി തികയ്ക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരല്ല. മറിച്ച് അവർക്ക് ഹൃദയത്തിലൊരാഗ്രഹമുണ്ട്, മണവാളൻ ഏത് യാമത്തിൽ വന്നാലും അവനെ കാണണം. അതിനുവേണ്ടി അല്പം മുൻപോട്ട് കയറി ആ വാതുക്കൽ നിൽക്കുന്ന ഒരു കൂട്ടത്തെ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ചർച്ചിലെ യൗവനക്കാരോട് പറയാറുണ്ട്, മിക്കവാറും അത് യൗവനക്കാരായിരിക്കും. കാരണം ഈ പണ്ടൊക്കെ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നെന്ന് കേട്ടാൽ വലിയ ആകാംക്ഷയാണ്. അപ്പോൾ അന്ന് കാലത്ത് ഒരു അംബാസഡർ കാറിൽ, ഒരു വെളുത്ത അംബാസഡർ കാറിൽ അവരിങ്ങനെ വരുന്നത് നോക്കി നമ്മൾ കാത്തിരിക്കും. പ്രത്യേകിച്ചും വീട്ടിലെ കുട്ടികൾ. വീട്ടിലെ അമ്മയൊക്കെ തിരക്കായിരിക്കും. വിരുന്നുകാരെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള പാചകമൊക്കെ ചെയ്യുന്ന തിരക്കിലായിരിക്കും. പക്ഷേ കുട്ടികൾ ഗേറ്റിൻ്റെ അവിടെ പോയി വഴിയോര കണ്ണുമായിട്ട് കാത്തിരിക്കുക. അങ്ങ് ദൂരെ ഒരു കാറ് വരുമ്പോൾ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, ദൂരെ ഒരു കാറ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ബഹളമുണ്ടാക്കും, ദേ അവർ വരുന്നു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, മണവാളൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആ ഗേറ്റിൽ നിൽപ്പുണ്ട്. അവരാണ് ആർപ്പ് വിളിക്കുന്നത്. അവരുടെ ആർപ്പ് വിളിയാണ് ഉറങ്ങുന്ന കന്യകമാരെ ഉണർത്തുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളോട് പറയാം, എല്ലാവരും ഉറങ്ങുമ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതവും മൂല്യച്യുതിയും ഒക്കെ കൊണ്ട് കണ്ടമാനമങ്ങ് വല്ലാതായിപ്പോയ ഒരു ആത്മീക സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു പടി മുന്നോട്ട് കയറി മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഉറങ്ങുന്ന സഭയെ, അന്ത്യകാല സഭയെ ഉണർത്തുവാൻ ഒരു അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയുടെ ശബ്ദമായി ദൈവം അവരെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരെങ്കിലും ആ തലമുറയുടെ ഭാഗമാണ്. അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയുടെ തലമുറയുടെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു, അന്ത്യകാല സഭയെ ഉണർത്തുവാൻ അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയുടെ ശബ്ദമായി, മിഡ് നൈറ്റ് ക്രൈ ആയിട്ട് ദൈവം ചിലരെ ഉപയോഗിക്കും. ഒരു പടി നിങ്ങൾ മുൻപിലേക്ക് കയറി നിൽക്കുവാൻ തയ്യാറായാൽ, എല്ലാവരും ഉറങ്ങുമ്പോൾ
ഉണർന്നും ജാഗരിച്ചും നിൽക്കുവാൻ തയ്യാറായാൽ ആർപ്പു വിളിക്കുന്ന അന്ത്യകാല ഉണർവിൻ്റെ ജനറേഷൻ്റെ ഭാഗമാകുവാൻ കർത്താവ് നമുക്ക് അങ്ങനെ കാത്തു നിൽക്കുന്നവർക്ക് ഒരു അവസരം നൽകുക തന്നെ ചെയ്യും. ഇവിടെ നാം വളരെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യകാല സഭയാണ്, യേശുവിൻ്റെ മടങ്ങിവരവ് അടുത്തു എന്ന ഒരു ചിന്ത ആഗോള സഭയിലുണ്ട്. കേവലം നമ്മൾ മലയാളികളുടെ ഇടയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇങ്ങനെ യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ചിലരൊക്കെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ചിലരൊക്കെ പ്രവചിക്കുന്നു. ഈ ദിവസങ്ങളിൽ കണ്ടമാനം കാണുന്നൊരു പ്രവചനമാണ് ഈ സെപ്റ്റംബർ മാസം 23-ാം തീയതി 24-ാം തീയതി കർത്താവ് വരുമെന്ന് ആഫ്രിക്കയിലിരുന്ന് ഒരാൾ പ്രവചിച്ചു, കണക്ക് കൂട്ടി പറഞ്ഞു. കുറേ തെളിവുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഹാജരാക്കി. കേട്ടാൽ തോന്നും ഇതൊക്കെ കറക്റ്റ് തെളിവാന്ന് തോന്നും, പക്ഷേ വ്യാജപ്രവചനമാണ്. അപ്പോൾ സഭ എടുക്കപ്പെടാനുള്ള സമയമായെന്നുള്ള ചിന്ത മണവാട്ടിക്കുള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള വ്യാജന്മാരും ഒത്തിരി നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നല്ലതിനേക്കാൾ കൂടുതൽ വ്യാജന്മാരെ കാണുന്ന ഒരു കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷകന്മാരുടെ ഇടയിൽ തന്നെ വിശ്വസ്തന്മാരെ കണ്ടെത്തുവാൻ നമ്മളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ വചനം പറഞ്ഞപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ ദൈവദാസന്മാരെ ദാസിമാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ചയിൽ പറഞ്ഞു. നമ്മളൊക്കെ പാട്ട് പാടുമ്പോഴൊക്കെ പറയാറില്ലേ, ഒരു പൗലോസായി മാറുവാൻ. വളരെ സന്തോഷം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാഠഭേദത്തിൽ പറഞ്ഞു, എനിക്കൊരു പൗലോസ് ആകണ്ട. പൗലോസാകാൻ കൊതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷേ ബുദ്ധിമുട്ടാണ്. ഒരു പൗലോസാകാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സുന്ദരമായിട്ട് പാടിയങ്ങ് പോകാം കേട്ടോ, അത് എളുപ്പമല്ല. എന്നാലേ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പാഠഭേദത്തിൽ പറഞ്ഞു. എനിക്കൊരു ബർണ്ണബാസായിട്ട് മാറണം. ഒരു ബർണ്ണബാസാകുക എന്ന് പറയുമ്പോൾ പൗലോസ് പോലും തള്ളിക്കളഞ്ഞ മർക്കോസിനെയും അല്ല, ആരും കൂടെ കൂട്ടാതെ പൗലോസിനെ മാറ്റി നിർത്തിയപ്പോൾ, അതായത് ഒത്തിരി വെളിപ്പാടും ദർശനവും ഒക്കെയുള്ളവരായിരുന്നു അപ്പോസ്തലന്മാർ അല്ലേ? അങ്ങനെയല്ലേ വേദോസം പഠിപ്പിക്കുന്നത്. ഉള്ളിലുള്ളതിനെ തിരിച്ചറിയുന്ന പീറ്റർ, അനന്യാസും സഫീറയും അവർ നിലം വിറ്റ വിലയിൽ അല്പമെടുത്ത് മാറ്റി വെച്ചതിൻ്റെ കണക്ക് വെളിപ്പാടിൽ പിടിച്ച പത്രോസ്, അത്രയ്ക്ക് കൃത്യതയുള്ള ഒരു ദർശനവും വെളിപ്പാടുമൊക്കെയുള്ള പത്രോസ്, ശൗൽ മാനസാന്തരപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വെളിപ്പാടിൻ്റെ കുറവാണോ, ദർശനത്തിൻ്റെ കുറവാണോ? ചിലപ്പം അപ്പോസ്തലന്മാർക്ക് പോലും നിങ്ങളെക്കുറിച്ച് കറക്റ്റ് വെളിപ്പാട് കിട്ടത്തില്ല. അതായിരുന്നു പൗലോസ്. അങ്ങനെ വേദപുസ്തകം പറയുന്നത് 9-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ അവനെ ഭയപ്പെട്ട് അവനെ ഒഴിവാക്കി നിർത്തിയെന്ന, പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ ഒഴിവാക്കി നിർത്തിയെന്ന. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊക്കെ പ്രസംഗിക്കുമ്പം പറയും ഒരു ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ. അർത്ഥമറിയാതെ പറയുന്നതാണ്, അബദ്ധമാണ്. സത്യത്തിൽ ശൗലിനെ പൗലോസാക്കിയൊന്നും മാറ്റിയില്ല. രണ്ടും ഒരാളുടെ തന്നെ പേരാണ് കേട്ടോ. ശൗല് പൗലോസായി മാറി എന്നൊക്കെ നമ്മുടേത് ഒരു ആലങ്കാരികമായൊരു പ്രയോഗമാണ്. സത്യത്തിൽ ശൗൽ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ഹീബ്രു പേരാണ്, എബ്രായ ഭാഷയിൽ. കാരണം അദ്ദേഹം എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, എബ്രായ ഭാഷയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവനാണ്, വളരെ യാഥാസ്ഥിതികമാകുന്ന എബ്രായ കുടുംബത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എബ്രായ ഭാഷയിലെ ശൗൽ എന്ന പേരുണ്ടായിരുന്നു, ശൗൽ എന്ന പേര്. എന്നാൽ അദ്ദേഹം വളർന്നത് ഈ പറഞ്ഞ ഹെലിനിസ്റ്റിക് എന്ന് പറയും, അതായത് ഗ്രീക്കുകാരുടെ ഇടയിലാണ്. ആ ശൗൽ എന്നുള്ള പേരിൻ്റെ അതേ ഗ്രീക്ക് ഫോമാണ് പൗലോസ് എന്നുള്ള പേര്. പിന്നെ നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറയും ശൗലിനെ പൗലോസാക്കി മാറ്റിയെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും മാറ്റിയതല്ല കേട്ടോ. ഒരാളുടെ പേരാ, 2 പേരിൻ്റെ അർത്ഥവും സെയിമാണ്. ചെറിയവൻ എന്ന അർത്ഥം ശൗൽ എന്ന പദത്തിനും പൗലോസ് എന്ന പദത്തിനുമൊക്കെ ചെറിയവൻ എന്ന അർത്ഥം. പിന്നെ ശൗൽ എന്ന പേരായിരുന്നു അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പേര് മാറിയത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പേര് മാറിയതല്ല. അദ്ദേഹത്തിൻ്റെ പൗലോസ് എന്ന പേര് അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം മുതലാണ്. അതിനൊരു കാരണമുണ്ട്. 13-ാം അധ്യായം വരെ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ യഹൂദന്മാരുടെ ഇടയ്ക്ക്. അവിടെ ചെന്നിട്ട് ഞാൻ പൗലോസാണെന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണുകടി ഉണ്ടാകും. കാരണം യാഥാസ്ഥിതികരാകുന്ന
എബ്രായ ഭാഷ സംസാരിക്കുന്നവരാ. അവരോട് ചെന്ന് പറയുമ്പോൾ പൗലോസെന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ ശൗലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നീട് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ജാതികളുടെ ഇടയിലാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം തൻ്റെ ജാതികളുടെ ഇടയിൽ കൂടുതൽ പോപ്പുലറാകുന്ന പൗലോസ് എന്ന പേര് ഉപയോഗിച്ചു. അപ്പോൾ ശുശ്രൂഷയുടെ മേഖലയ്ക്കുണ്ടായ മാറ്റമാണ്, സ്വഭാവത്തിനുണ്ടായ മാറ്റമല്ല ശൗലിനെ പൗലോസാക്കി മാറ്റിയത്. അപ്പോൾ ഞാൻ ഒരു ഇടയ്ക്ക് വന്നപ്പോൾ ഒരു ഇൻഫർമേഷൻ അങ്ങ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും പൗലോസ് അല്ലെങ്കിൽ ശൗല് ഈ പറഞ്ഞ അപ്പോസ്തോലന്മാർക്ക് പോലും പേടി സ്വപ്നമായ മനുഷ്യൻ മാനസാന്തരപ്പെട്ടെന്ന് കേട്ടിട്ടും വെളിപ്പാടുള്ള അപ്പോസ്തോലന്മാർ പോലും കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കാതെ നിന്നപ്പോൾ ബർണബാസ് എന്ന് പറയുന്ന പ്രബോധനപുത്രൻ അവന് നേരെ ഒരു കൈ നീട്ടി. ആ കയ്യിൽ പിടിച്ച് അവനെ അപ്പോസ്തോലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന്, അതുകൊണ്ടും കഴിഞ്ഞില്ല കേട്ടോ, ആന്ത്യോക്യൻ സഭയിൽ ആ സഭയുടെ കൃപ കണ്ട് സന്തോഷിച്ച ബർണബാസ് പൗലോസിനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി അങ്ങനെ ശുശ്രൂഷയ്ക്ക് വേദിയൊരുക്കി വളർത്തിക്കൊണ്ടുവന്ന് കൂടെ നടന്ന് അപ്പോസ്തോലനാക്കി മാറ്റിയ ആളാണ് പൗലോസ്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ ഒരു പൗലോസാക്കണ്ട, പക്ഷേ ഈ കാലഘട്ടത്തിൽ ബർണബാസുമാർ ആവശ്യമാണ്. അവരുണ്ടെങ്കിൽ മാത്രമേ നാളത്തെ പൗലോസുമാർ എഴുന്നേൽക്കത്തുള്ളൂ. അവരുണ്ടെങ്കിൽ മാത്രമേ ആർക്കും വേണ്ടാത്ത ശുശ്രൂഷയിൽ വേലയ്ക്ക് ഇട്ടെറിഞ്ഞിട്ട് പോയ മർക്കോസിനെ പോലെയുള്ളവരെ ഉപയോഗമുള്ളവരാക്കി മാറ്റുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്നെ ഒരു ബർണബാസാക്കണമേ എന്ന് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കുറേ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ ശുശ്രൂഷകന്മാരെ ഒന്ന് ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ തന്നെ സഹകാരികളെ ഒന്ന് നോക്കിക്കേട്ട്, ശീലാസുണ്ട്, ടൈറ്റസ് ഉണ്ട്, തിമത്തിയോസ് ഉണ്ട്. എൻ്റെ കർത്താവേ, ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. തിമത്തിയോസ് നല്ലൊരു ചെറുപ്പക്കാരൻ, ടൈറ്റസ്, തീത്തോസ് അല്ലേ, എത്രയോ നല്ല ആളുകൾ. ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയാൻ ഒരു തിമോത്തി ഇല്ലല്ലോ, ഒരു ടൈറ്റസ് ഇല്ലല്ലോ, ഒരു ശീലാസ് ഇല്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സങ്കടം പറഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ലീഡർഷിപ്പിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം നല്ല ഈടുറ്റ ലീഡർഷിപ്പായിരുന്നു. കുറവ് പറയാൻ പറ്റത്തില്ലായിരുന്നെന്ന്. മാനുഷികമായ ബലഹീനതകൾ അവർക്കുണ്ടാകാം, പക്ഷേ ശുശ്രൂഷയിൽ, വ്യക്തിത്വത്തിൽ, സ്വഭാവശുദ്ധിയിൽ ഈടുറ്റ നേതൃത്വം 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്നു. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്ന ഒരു സിദ്ധതയോട്, വേദപുസ്തകത്തിൻ്റെ ഭാഷ അതാണ് കേട്ടോ, സിദ്ധതയോടുകൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കാണിക്കുവാൻ പറ്റുമോ? ഇല്ലെന്നുള്ളതാണ് സങ്കടം. അതാണ് അന്ത്യകാല സഭയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അന്ത്യകാല സഭയുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തിലേക്ക് മടങ്ങി വരാം. അതായത് കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ സാധാന്യ തന്ത്രമാണ്. സെപ്റ്റംബർ മാസം 23, 24 പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? കാരണം ഞാൻ ഈ കാര്യങ്ങൾ പുറമേ പറയാൻ തുടങ്ങിയപ്പോൾ മലയാളികൾ എന്നോട് തർക്കിക്കാൻ വന്നു. ഈ പറഞ്ഞ സൗത്ത് ആഫ്രിക്കക്കാരൻ പറഞ്ഞത് കൃത്യമാണെന്നൊക്കെ പറഞ്ഞ അത്തരത്തിൽ വേദപുസ്തകത്തിൻ്റെ ABCD അറിയാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അങ്ങനെ എന്നോട് പറഞ്ഞവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല കേട്ടോ, ഒരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷേ ഞാൻ കുറ്റം പറയുന്നത് നിങ്ങളെ വേദപുസ്തകം പഠിപ്പിച്ച നിങ്ങളുടെ സഭയുടെ ലീഡർഷിപ്പിനെയാണ്. അവരാണ് പരാജയപ്പെട്ടത്. അവർക്ക് നന്നായിട്ട് വേദപുസ്തകം പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരുടെ സഭയിലെ വിശ്വാസികൾ ഇത്തരം മണ്ടത്തരങ്ങളുടെ പിന്നാലെ പോകുന്നത്. പക്ഷേ ഇതിനകത്തുള്ള സാത്താൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഒരു അനുഭവത്തിലൂടെ എന്നെ പഠിപ്പിച്ചതാണ്. സാത്താൻ്റെ ലക്ഷ്യം കർത്താവ് വരുന്നു എന്ന് ഒരു ഡേറ്റൊക്കെ പറഞ്ഞിട്ട് ലോകം മുഴുവൻ ആളുകളെ ഇളക്കി മറിച്ചിട്ട് വലിയ പ്രതീക്ഷ ഉള്ളവരാക്കിയിട്ട് ആ ഡേറ്റിൽ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ നോക്കണമേ, ആകാശം മുട്ട ഉയർന്നു വന്ന പ്രതീക്ഷകളെല്ലാം വീണ് ഈ ജനം മുഴുവൻ നിരാശരാകുമെന്നല്ല, പലരും ഇങ്ങനെ ഒരു വിശ്വാസവും പ്രത്യാശയും ഇല്ലാത്തവരാകും. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. 1840കളിൽ മില്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രവചിച്ചു 1840
കർത്താവിൻ്റെ മടങ്ങിവരവുണ്ടാകുമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവചനം തെറ്റിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ലക്ഷക്കണക്കിന് ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, അവർക്ക് വലിയ നിരാശയായി. ആ നിരാശയെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻ്റ് എന്നാണ്. ചരിത്രത്തിൽ ആ ജനം മുഴുവൻ നിരാശരായിപ്പോയി. പിന്നെ ആ ഒരു മില്ലറിൻ്റെ അനുഗാമികളാണ് പിന്നെ പുതിയ ഡോക്ടറിനൊക്കെ ഉണ്ടാക്കി. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, സെവന്ത് ഡേ ശാബത്ത് മിഷൻ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ പിന്നീടുണ്ടായത് ഈ മില്ലറിൻ്റെ ആളുകളിൽ നിന്ന്. അപ്പോൾ പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ ശേഷം അവസാനം ഇതെല്ലാം കൂടെ ഒന്നും നടക്കാതിരിക്കുമ്പോൾ ജനം നിരാശരാകുക. അനുഭവത്തിലൂടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ച് വലിയ ഒരു പ്രാർത്ഥനാ യുദ്ധത്തിലാണ്. കാരണം ഞങ്ങളുടെ ചർച്ചിലെ ഒരു മോന് വെൻറ്റിലേറ്ററിലാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും അവൻ വെൻറ്റിലേറ്ററിലായിരിക്കുന്നു. ഏതാണ്ട് ഇന്ന് 11ാമത്തെ ദിവസം. കഴിഞ്ഞ തിങ്കളാഴ്ച അവനെ ഹോസ്പിറ്റലൈസ് ചെയ്തതാണ്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 അവനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മറ്റ് ചില ഹോസ്പിറ്റലിൽ അതിന് മുമ്പുണ്ടായിരുന്നു. എന്നാൽ കാര്യമായിട്ട് അവൻ്റെ എല്ലാ മൊമെൻസും വളരെ വളരെ അവൻ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവനെ ആക്കിയിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിങ്കളാഴ്ച 4:30 ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ മൾട്ടിപ്പിൾ ഓർഗൻ മുഴുവൻ ഫെയിലിയറായിരിക്കുന്നു. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറായിരിക്കുന്നു. ലിവർ പൂർണ്ണമായിട്ട് നശിച്ചു. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. കിഡ്നി പോയി, ലങ്സ് പോയി. ഇവൻ നാളെ രാവിലെ വെളുപ്പിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വലിയ സങ്കടം തോന്നി. സ്പോണ്ടേനിയസായിട്ട് ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ യൗവനക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ യുദ്ധമാണ്, ഇത് നിങ്ങളുടെ യുദ്ധമാണ്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയാണ് ശത്രു തൊട്ടിരിക്കുന്നത്. ആത്മമണ്ഡലം വർക്ക് ചെയ്യുന്നത് വളരെ പ്രത്യേക രീതിയിലാണ് കേട്ടോ. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ യൗവനക്കാരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നു, ചെറുപ്പക്കാരെ മുഴുവൻ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ. ഇതുണ്ടാകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പെട്ടെന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ നടുവിൽ ഞാൻ എഴുന്നേറ്റിട്ട് ചർച്ചിലുള്ള എല്ലാ വിശ്വാസികളെയും യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി, കുറേ ദർശനങ്ങൾ കണ്ടു. എന്താണെങ്കിലും ഞാൻ യൗവനക്കാരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ യുദ്ധമാണ്, നിങ്ങൾ യുദ്ധം ചെയ്ത് അവനെ തിരിച്ചു പിടിക്കണം. പെട്ടെന്ന് തന്നെ 4:30 ആയപ്പോൾ ഞങ്ങളുടെ യൗവനക്കാർ ഒരു സൂം മീറ്റിംഗ് അവരാരംഭിച്ചു. പെട്ടെന്ന് സ്പോണ്ടേനിയസായിട്ട് അവരാരംഭിച്ചതാണ്. അവർ സൂം മീറ്റിംഗ് ആരംഭിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ വൈഫ് പെട്ടെന്ന് ഗ്രൂപ്പിലിട്ടു, നമുക്കൊരു സൂം മീറ്റിംഗ് നമുക്കും തുടങ്ങാം. അങ്ങനെ ചർച്ചിൻ്റെ ഒരു സൂം മീറ്റിംഗ്. ഏതായാലും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ യൗവനക്കാരുടെ സൂം മീറ്റിങ്ങും ചർച്ചിൻ്റെ സൂം മീറ്റിങ്ങും ഒന്നായിട്ട് മാറി. ഒന്നിച്ചവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ആ പ്രാർത്ഥന വൈകിട്ട് 4:30 തുടങ്ങിയ പ്രാർത്ഥന, ഈവനിങ് 4:30 തുടങ്ങിയ പ്രാർത്ഥന 30 മണിക്കൂർ കഴിഞ്ഞ് 30 hours കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രി 10 മണിക്കാണ് ഞങ്ങളത് ബ്രേക്ക് ചെയ്തത്. ചർച്ച് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. ഇന്ന് വരെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനൊരു പ്രാർത്ഥനയില്ല. ഒരൊറ്റൊരാൾ പോലും ഉറങ്ങാൻ പോകാതെ. ശരിക്കും ഈ സഭയുടെയൊക്കെ കരുത്ത് അളക്കുന്നത് ഇങ്ങനെയുള്ള ക്രൈസിസിലൂടെ പോകുമ്പോഴാണ്. നമ്മളൊക്കെ ഇങ്ങനെ പറയാറില്ലേ, പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചെന്ന്. ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞങ്ങളത് കണ്ടു. യുദ്ധം ചെയ്തു. വലിയ യുദ്ധത്തിലൂടെ ഇന്നും സഭ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തുടങ്ങിയ മീറ്റിംഗ് രാത്രി 10 മണിക്ക് ബ്രേക്ക് ചെയ്തെങ്കിലും അതിനുശേഷം ചെയിൻ പ്രയറായിട്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ ആശുപത്രിയിൽ നിന്ന് വെളിയിൽ വരുന്നിടം വരെയും സഭ അവന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് രസകരമായൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ശക്തമായിട്ട് സഭ പ്രാർത്ഥിച്ച്, ഇതുപോലൊരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ 32 വർഷത്തിലധികമായി ഞാൻ ആത്മിക ശുശ്രൂഷകളിലായിരിക്കുന്നു. ഇന്ന് വരെ ഇതുപോലൊരു പ്രാർത്ഥന, ഇതുപോലെ സഭ ഇടിവിൽ നിൽക്കുന്നത്, ഇതുപോലെ സഭ നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥനയുടെ ത്രഷോൾഡ് ഇങ്ങനെ പീക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. എന്താ ഫോൺ കോൾ എന്നറിയാമോ? സമർപ്പണിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. നമുക്ക് സന്തോഷം ഉണ്ടാകാതിരിക്കുമോ? ഞാൻ എൻ്റെ ഹൃദയമിടിപ്പ് നിന്നതുപോലായിപ്പോയി. കാരണം പ്രതീക്ഷയില്ല. ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ 3ാമത്തെ ദിവസം വെൻറ്റിലേറ്ററിൽ കിഡ്നി പോയി, ലിവർ പോയി എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന, മരണത്തെ കാത്ത് കിടക്കുന്ന അവനെക്കുറിച്ച് പെട്ടെന്ന് കോള് വരിക, ഇവനെ പെട്ടെന്ന്
വാടി ഷിഫ്റ്റ് ചെയ്യാറായി, അവൻ ഓക്കെ ആയെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചർച്ച് ഗ്രൂപ്പിൽ പറഞ്ഞു, പെട്ടെന്ന് നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നിടത്ത് ഞാൻ കയറിയിട്ട് പറഞ്ഞു, സമർപ്പണനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഞങ്ങൾക്കറിയാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞു, അതൊരു മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി ആയിരുന്നു, ഒരു ഡോക്ടർക്ക് പറ്റിയ തെറ്റായിരുന്നു, ഡോക്ടർ പറഞ്ഞ പേര് മാറിപ്പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാം, പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനകം ഞാൻ പിന്നെയും ചർച്ച് ഗ്രൂപ്പിൽ കയറിയിട്ട് പ്രെയർ മീറ്റിങ്ങിൻ്റെ അകത്ത് പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി, സമർപ്പണനെ അല്ല ഇറക്കുന്നത്, വേറെ ഒരു ചെറുക്കനെയാണ്. എല്ലാവരും നിരാശപ്പെട്ടു. പ്രാർത്ഥനയുടെ ഉച്ചസ്ഥ കോടിയിൽ നിന്ന് അന്യഭാഷ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് എന്താ പറയുന്നത്, സ്വർഗത്തെ കുലുക്കിക്കൊണ്ടിരുന്ന അന്ധകാര മണ്ഡലങ്ങളെ വെട്ടിക്കൊണ്ടിരുന്ന ജനം പെട്ടെന്ന് അവനെ വെളിയിൽ ഇറക്കുന്നതെന്ന് കേട്ടിട്ട് ആത്മാവിൽ ആരാധിച്ച് ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും പറഞ്ഞ് അരമണിക്കൂറിനകം വാർത്ത തിരുത്തി. എന്ത് സംഭവിച്ചെന്നറിയാം, പ്രാർത്ഥനയുടെ ഊഷ്മാവ് പോയി. ഇതാ പിശാചിൻ്റെ തന്ത്രം. നമുക്ക് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഹിന്ദിയിൽ പറയും, വലിയ ചില ജട്ക ഇങ്ങനെ പിശാച് തരും കേട്ടോ, നമ്മളെ ഡൈവേർട്ട് ചെയ്യാനുള്ള പിശാചിൻ്റെ പദ്ധതിയാണ്. ഇന്ന് ആത്മിക ഗോളത്തിൽ നടക്കുന്നതും ഇത് തന്നെയാണ്. കർത്താവ് സെപ്റ്റംബർ 23 വരുന്നു എന്ന് ഒരു മനുഷ്യൻ ഒരു മണ്ടത്തരം പറഞ്ഞു, ലോകം മുഴുവൻ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അവസാനം 23-ാം തീയതി ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ 1800-കളിൽ നടന്ന ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻറ്റ് പോലെ അനേകർ വിശ്വാസം ത്യജിക്കും, അനേകർ മന്ദഗതിയിലാകും, അബദ്ധം പറ്റിയെന്ന് പറയും. പിശാച് എത്ര തന്ത്രശാലിയാണെന്ന് ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടം ഒത്തിരി സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ വളരെയധികം ഒരു ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചെന്നെ കേൾക്കണമേ. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, വളരെ ശാന്തമായിട്ട് ഞാൻ പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവ് അടുത്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ, ഒരു ഉണർവിൻ്റെ ശബ്ദമായി ദൈവം ഉപയോഗിക്കുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു പടി മുൻപോട്ട് കയറുവാൻ ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. അതായത് ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ച ചില ഭാഗങ്ങൾ, അതായത് പെന്തക്കോസ്തിൻ്റെ ആദ്യകാല ഉണർവിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചത്. പ്രത്യേകിച്ചും കേരള പെന്തക്കോസ്ത് ചരിത്രത്തിലെ ചില പേരുകൾ. കർത്താവിൻ്റെ ദാസൻ TG ഉമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ട, TG ഉമ്മച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ ശ്രേഷ്ഠനാകുന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം വിയോജിത പ്രസ്ഥാനക്കാരനായിരുന്നു. വിയോജിത പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബ്രദറുകാരാണ് കേട്ടോ. ബ്രദറുകാരെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ മുതലായ നമ്മളനുഭവിക്കുന്ന ആത്മനിറവിൻ്റെ അനുഭവങ്ങളെ അത്തരത്തിൽ ഉൾക്കൊള്ളാത്ത, വിശ്വസിക്കാത്ത, അതിനെതിരായി പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വിയോജിത പ്രസ്ഥാനം. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആദ്യകാല പെന്തക്കോസ്ത് സഭയുടെ തുടക്കക്കാരിൽ പലരും വിയോജിത പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് ആത്മനിറവ് പ്രാപിച്ചവരായിരുന്നു. അതിലൊരാളായിരുന്നു പാസ്റ്റർ TG ഉമ്മച്ചൻ. ഞാനിങ്ങനെയാണ് വായിച്ചത്. റാന്നിക്കടുത്ത് പൂവമ്മല കാട്ടാത്താനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ വിയോജിത പ്രസ്ഥാനക്കാരുടെ എന്ന് പറഞ്ഞാൽ ബ്രദറുകാരുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ TG ഉമ്മച്ചൻ ആ മീറ്റിങ്ങിൻ്റെ അകത്തുണ്ട്. ബ്രദറുകാരുടെ മീറ്റിങ്ങിൽ പാടുന്നത് പോലെ പാട്ടുകൾ പാടുന്നു. ബ്രദറുകാരുടെ മീറ്റിങ്ങിലും ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറയും. അങ്ങനെ സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ TG ഉമ്മച്ചൻ ഹല്ലേലൂയായും കൂടെ കൂട്ടത്തിൽ പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആത്മനിവേശിതനായിട്ട് ബ്രദറൻ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഇരുന്നു കൊണ്ട് സ്തോത്രം പറയുന്ന ഭാഷയൊന്ന് മാറി ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയ TG ഉമ്മച്ചൻ അതിശക്തമായ ആത്മനിറവ് ആ ബ്രദറൻ കൂട്ടായ്മയ്ക്കകത്ത് അനുഭവിച്ചു. അതിശക്തമായിട്ട് അദ്ദേഹം അന്യഭാഷ പറയാൻ തുടങ്ങി. കൂടിയിരിക്കുന്നവരൊക്കെ ഇദ്ദേഹത്തെ തുറച്ചു നോക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ ചരിത്രത്തിൽ വായിച്ചത്. അവിടെ തമ്പാറടിയില്ലായിരുന്നു. കാരണം അത് പെന്തക്കോസ്ത് മീറ്റിംഗ് ആയിരുന്നില്ല. പഴയ കാലത്തുണ്ടല്ലോ, നമ്മുടെ പഴയ പെന്തക്കോസ്ത് സഭകളിലൊക്കെ, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ച എൻ്റെ മാതൃസഭയിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഭൂതമിളക്കി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങളുടെയൊക്കെ വിൻഡോ ഓപ്പൺ ആണെങ്കിൽ ഭൂതമിളക്കി കണ്ടിട്ടുള്ളവരുണ്ടോ? പഴയ പെന്തക്കോസ്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന്. ചർച്ചിൻ്റെ അകത്ത് ഭൂതമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അപ്പച്ചന്മാർ ഈ സാധനം ഇട്ട് ഇങ്ങനെ അടിക്കും. അപ്പോൾ അതിനെ ഭൂതമിളക്കി എന്നായിരുന്നു വിളിക്കുന്നത്. ഈ ഭൂതമിളക്കി ഇല്ലാത്ത മീറ്റിംഗ്, തമ്പാറില്ലാത്ത മീറ്റിംഗ്, ഈ പറഞ്ഞ വിയോജിത പ്രസ്ഥാനക്കാരുടെ മീറ്റിങ്ങിൻ്റെ നടുവിൽ അന്യഭാഷ പറഞ്ഞ്
ആരാധിച്ച ഉമ്മച്ചന് വിയോജിത പ്രസ്ഥാനം വിടാനൊന്നും മനസ്സില്ലായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ പ്രബോധനങ്ങളിൽ, അതായത് പ്രഥമൻകാരുടെ പ്രബോധനങ്ങളിൽ, അന്യഭാഷയെ എതിർത്തുകൊണ്ടുള്ള പ്രബോധനങ്ങൾ സ്ഥിരമായി വന്നപ്പോൾ TG ഉമ്മച്ചനൊരു കാര്യം മനസ്സിലായി, ഇതെല്ലാം തന്നെക്കുറിച്ചാണെന്ന്. പോകട്ടെ, ഞാൻ തിരിച്ചു വരികയാണ്. അന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, അദ്ദേഹത്തിൻ്റെ അനുഭവം കണ്ടിട്ട് അനേകർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, അനേകർ പാപബോധത്തോടുകൂടെ കരഞ്ഞു. അദ്ദേഹം അന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വചനം പ്രസംഗിച്ചു, കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള വചനം. അനേകർ കണ്ണുനീരോടുകൂടെ കർത്താവിനെ സ്വീകരിച്ചു. ഒരു ഉണർവിൻ്റെ തുടക്കമായിരുന്നു കേട്ടോ. ഈ അനുഭവത്തിന് ശേഷം കൂട്ടായ്മ കഴിഞ്ഞ്, പ്രസംഗവും കഴിഞ്ഞ് TG ഉമ്മച്ചൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ആളുകളോട്, അമ്മയോട്, സഹോദരങ്ങളോട് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. അവർ നിലവിളിക്കാൻ തുടങ്ങി. അവർക്ക് പാപബോധമുണ്ടായി. TG ഉമ്മച്ചൻ്റെ വീട്ടിൽ ഉണർവുണ്ടായി. TG ഉമ്മച്ചൻ്റെ വീട്ടിലുണ്ടാകുന്ന സംഭവം കേട്ടിട്ട് കെട്ടിച്ചു വിട്ട TG ഉമ്മച്ചൻ്റെ പെങ്ങൾ ഇതെന്താണെന്നറിയാൻ കാണാൻ വന്നു. പെങ്ങൾ വന്ന് ആങ്ങളയോട് സംസാരിച്ചപ്പോൾ പെങ്ങളുടെ മേൽ ആത്മസാന്നിധ്യം വെളിപ്പെട്ടു. അങ്ങനെ പെങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. പെങ്ങളുടെ മേൽ ഉണർവുണ്ടായി. ഇതാണ് പ്രിയമുള്ളവരെ ഉണർവെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കണം, ഒരു സംഗീതത്തിൻ്റെ അകമ്പടിയില്ലെങ്കിലും, പാടാനുള്ള അല്ലെങ്കിൽ കൊട്ടാനുള്ള ആളില്ലെങ്കിലും നമ്മെ ഉണർത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ സാന്നിധ്യം നമ്മുടെ മേൽ പകരുവാൻ കഴിയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഉണർവ്. പലപ്പോഴും നമുക്കിതൊക്കെയുണ്ട്, കൊട്ടാനും പാടാനും നമുക്കാളുണ്ട്. പക്ഷേ ആത്മസാന്നിധ്യമില്ലാതെ പോകുന്നത് കൊണ്ട് യഥാർത്ഥ ഉണർവ് നമ്മൾ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം, ആ അധ്യായം മുഴുവൻ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ കുറേ കാര്യങ്ങൾ പറയുകയാണ്. ഇത് ശരിക്കും ഒരു ആഴത്തിലുള്ള പുതിയ നിയമ സഭയുടെ മേന്മയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ഞാൻ വൈകിട്ട് ഒരു 8:30 വരെ, ആ മോനെ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു വെയിറ്റിംഗ് റൂമിൽ ഞങ്ങൾ കുറേ സഭയിലെ വിശ്വാസികൾ അവിടെ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാർ ഒത്തിരി പേര് ഹോസ്പിറ്റലിൽ വെളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ആ ഹോസ്പിറ്റലിൽ പോയി ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. സമർപ്പൺ ഗുപ്ത എന്നാണ് അവൻ്റെ പേര്. UP-കാരനായ ഒരു മകനാണ്. 16 വയസ്സുള്ള ഒരു മോന്, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ കംപ്ലീറ്റ് ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മിറക്കിൾ സ്വർഗ്ഗം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഡോക്ടർമാർ എഴുതിയ വിധിയെഴുത്തുകളെ മാറ്റി അവൻ പുറത്തു വരാൻ പ്രാർത്ഥിക്കണം. എനിവേ, ഞാൻ ആ ഹോസ്പിറ്റലിലെ വെയിറ്റിംഗ് റൂമിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്നാമത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് പുതിയ നിയമസഭയെ ഉണരുക എന്നാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ലോബി എന്ന് വിളിക്കാം, ആ ലോബിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സമർപ്പണിൻ്റെ ചേട്ടൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? പാസ്റ്റർ വന്ന് കസേരയിൽ ഇരുന്നാട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, ഞാനിങ്ങനെ നടന്നാടാ ദൈവത്തോട് സംസാരിക്കുന്നത്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. നടക്കും എന്ന് പറയുമ്പോൾ വർത്തമാനം പറയുക, അന്യഭാഷ പറയുക, കർത്താവിനോട് സംസാരിക്കുക. അതുകൊണ്ട് എൻ്റെ ഒരു ശീലമാണ് കർത്താവിനോട് സംസാരിക്കുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, പുതിയ നിയമസഭയെ ഒരു അഗ്നിയുടെ അഭിഷേകത്തിന് വേണ്ടി ഉണരുക. പുതിയ നിയമസഭ ഉണരണം. നമ്മൾ ആരാണ്? നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ചാണ്, പുതിയ നിയമസഭയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ദൂത് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ്. ഞാൻ അത് പാട്ടിൻ്റെ വരികളായിട്ട് പാടി, പുതിയ നിയമസഭയെക്കുറിച്ചുള്ള ഒരു പാട്ടിൻ്റെ വരികളായിട്ട് പാടി. ആ പാട്ടിൻ്റെ വരികളായി പാടുമ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ ഞാൻ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. കാരണം എൻ്റെ ഒരു ശീലം, പലപ്പോഴും ഞാൻ ഈ പാട്ട് പെട്ടെന്ന് സ്പോണ്ടേനിയസായിട്ട് ദൈവം എനിക്ക് തരും. കർത്താവിൻ്റെ കൃപയിൽ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തില്ലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു പ്രശ്നം, നമുക്കൊരു ആത്മനിയോഗത്താൽ പാടുന്ന സമയത്ത് പാടും, പിന്നെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ളത്, പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഉള്ള ഒരു ഫാമിലി ഗ്രൂപ്പുണ്ട്, അതിനകത്ത് റെക്കോർഡ് ചെയ്തിടും. കാരണം അത് നഷ്ടപ്പെട്ടു പോകാതെ. അങ്ങനെ ഞാൻ ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടു. റെക്കോർഡ് ചെയ്തിട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പാടിയ
പാടിയ വരികളൊക്കെ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ള വരികളായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 1-ാം വാക്യം മുതൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ ഹോസ്പിറ്റൽ ലോബിയിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. എൻ്റെ പാട്ടിൻ്റെ വരികളിൽ ഞാൻ പാടിയത് ഇത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, ഇത് അഗ്നിയുടെ ശുശ്രൂഷയാണ്. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലെ വാക്യമാകട്ടോ, യേശുവിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, യേശുവിലേക്കൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ കിടക്കുന്ന ഏത് മൂടുപടവും കീറും. മൂടുപടം മാറിയ മുഖത്ത് ക്രിസ്തുവിൻ്റെ ശോഭ, ക്രിസ്തുവിൻ്റെ തേജസ് പ്രത്യക്ഷപ്പെടുവാൻ ഇടയായിത്തീരും എന്നൊക്കെ ഞാൻ ഹോസ്പിറ്റൽ ലോബിയിൽ നിന്നുകൊണ്ട് പാടി. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആ പാടിയ കാര്യങ്ങൾ മാത്രമല്ല ഇന്ന് നിങ്ങളോട് കൈമാറേണ്ടത്. 1-ാമത്തെ വാക്യം മുതൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ വാക്യം മുതൽ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലൊരു വലിയ ഉൾപ്രേരണ നൽകി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ വാക്യങ്ങളും എടുത്ത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പ്രസക്തമാകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ പുകഴ്ത്തുവാൻ തുടങ്ങുന്നുവോ അല്ലെങ്കിൽ ശ്ലാഘിക്കുവാൻ തുടങ്ങുന്നുവോ എന്നാണ് ചില മലയാളം ബൈബിളിൽ. ചിലർ ചെയ്യുന്നത് പോലെ ശ്ലാഘ്യപത്രങ്ങൾ നിങ്ങൾക്ക് നൽകുകയോ നിങ്ങളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടോ? എന്താണ് 1-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം? ഈ പഴയ കാലത്ത് ഒരു വ്യക്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും പോകുമ്പോൾ അദ്ദേഹത്തെ ഓതറൈസ് ചെയ്ത് പറഞ്ഞയക്കുന്ന ആൾ ഒരു എഴുത്തൂടെ കൈ കൊടുത്തു വിടും. ഒരു എഴുത്ത്, ഇയാൾ അംഗീകരിക്കപ്പെട്ട ദൈവദാസനാണ്, ഇദ്ദേഹത്തെ നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷിപ്പിക്കണം. ഞാൻ ഇടയ്ക്ക് നിർത്തിയൊരു കാര്യം പറയാം. ഇന്ന് അങ്ങനെയുള്ള എഴുത്തുകുത്തുകളില്ലാത്തതിൻ്റെ ഒരു വലിയ ദോഷം നമ്മുടെ സഭകൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അങ്ങനെയുള്ള എഴുത്തുകുത്തുകൾ നൽകാൻ പറ്റുന്ന അതോറിറ്റീസും അതിന് അധികാരമുള്ളവരും അത് വാങ്ങിക്കുവാൻ കഴിയുന്ന ശുശ്രൂഷകന്മാരും ഉണ്ടായിരുന്നെങ്കിൽ പകുതി പ്രശ്നം സോൾവ് ആകുമായിരുന്നു. പോകട്ടെ, 1-ാം നൂറ്റാണ്ടിലെ ഒരു രീതിയാണ് ഓതറൈസ് ചെയ്യുന്ന ലെറ്റേഴ്സ് കൊടുത്തുവിടും. കൊരിന്ത്യർ സഭയോട് പൗലോസ് ചോദിക്കുക, എനിക്ക് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ആരുടെയെങ്കിലും ഒരു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കറിയാം, ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിലൊക്കെ തീത്തോസിനെ പറഞ്ഞയക്കുമ്പോൾ അവന് വേണ്ടി കത്ത് കൊടുത്തു വിടുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് സഭയെ ഉപദ്രവിക്കുവാൻ വേണ്ടി വരുമ്പോൾ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലെറ്ററിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാൻ ആരുടെയും ഒരു ലെറ്ററിൻ്റെ ആവശ്യം ഒന്നും ഇല്ല, ഒരു ലെറ്ററിൻ്റെ ആവശ്യമില്ല. കാരണം പൗലോസിനാൽ സ്ഥാപിതമായ സഭ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പൗലോസിനെ അറിയാം, പൗലോസിൻ്റെ ശുശ്രൂഷയെ അറിയാം. ഇനിയും ആരെങ്കിലും ഈ പൗലോസ് ഉപദേശി നല്ല ഉപദേശിയാണ്, സഭയെ ശുശ്രൂഷിപ്പിക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്ന സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതും സകല മനുഷ്യർ അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രങ്ങൾ നിങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പത്രങ്ങളാണ്. നിങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ റിസൾട്ട്, മഹത്വം ലോകം അറിയുന്നത്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഓരോ ദൈവ പൈതലും ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ റിവീൽ ചെയ്യുന്ന ഒരു ലേഖനമാണ്, അല്ലെങ്കിൽ ഒരു എഴുത്താണ്, ഒരു പത്രമാണെന്ന് മനസ്സിലാക്കണം. ഒരു പത്രമാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ചർച്ചക്കാർ ഹോസ്പിറ്റലുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ജീവിക്കുക. ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മളതിൻ്റെ ലോബിയിലിരിക്കുമ്പോൾ എത്ര തരത്തിലുള്ള ആളുകളാണ് നമ്മളെ കാണുന്നത്. അതും 1-2 പേരൊന്നും അല്ല കേട്ടോ, 10-15 പേര് ഹോസ്പിറ്റൽ ലോബിയിൽ ചർച്ചിലെ ചെറുപ്പക്കാരെ മാറി 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 ആളുകൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു ഭ്രാന്തുള്ള ചർച്ച ഞങ്ങളുടെ ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം, ആളുകൾക്ക് അത്ഭുതമായി, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് അത്ഭുതമായി. അവരോർത്തു ഈ ചെറുക്കൻ, ഈ കിടക്കുന്ന ചെറുക്കൻ ഇവനേതാണ്ട് വലിയ ആളായിരിക്കും, അല്ലെങ്കിൽ അല്ലേ പിന്നെ എങ്ങനെ ഇവന് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. പിന്നെ ആരോ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ഇരുന്നാൽ അവൻ്റെ ഹോസ്പിറ്റൽ ബില്ല് കൂടാൻ സാധ്യതയുണ്ട്, കാരണം ഇവൻ ഇത്രയും സപ്പോർട്ടുണ്ടെന്ന് കണ്ടിട്ട് ചിലപ്പോൾ ബില്ല് കൂടുമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ബില്ല് കൂടിയാലും ശരി, ഒരു 10-15 പേര് എല്ലാ സമയത്തും അവിടെയുണ്ട്.
പലരും ഞങ്ങളോട് വന്ന് പരിചയപ്പെടുവാൻ തുടങ്ങി, പല വിധത്തിൽ പരിചയപ്പെടുവാൻ തുടങ്ങി. അവർക്കൊക്കെ വലിയ ആകാംക്ഷ, ഈ ചർച്ച് ഒന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷ. കാരണം അവരിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അതിനകത്ത് മലയാളികളുണ്ട്, അതിനകത്ത് വിശ്വാസികളുണ്ട്, അതിനകത്ത് കത്തോലിക്കരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചർച്ചിൻ്റെ ആളുകൾ വന്നിരുന്ന്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു ഹിന്ദിക്കാരി എന്ന് പറയുമ്പോൾ മറാഠി സഹോദരിയാണ്. ഇവനെ സമർപ്പണനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവനെ എമർജൻസിയിലേക്ക് കയറ്റിയപ്പോൾ അവർ ജോലിയിലായിരുന്നു. അവർ വിവരമറിഞ്ഞു. അവർ പെട്ടെന്ന് ജോലിയിൽ നിന്ന് ഓടി വന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിൽ മുട്ടുകുത്തി നിന്ന് 2 കൈയും മുകളിലേക്ക് ഉയർത്തി അന്യഭാഷ പറയാൻ തുടങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു വലിയ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ഒരു സ്ത്രീ മുട്ടുകുത്തി അന്യഭാഷ പറയുകയാണ്. അപ്പോൾ അതൊരു സീൻ ക്രിയേറ്റ് ചെയ്യില്ലേ? അവർ മണിക്കൂറുകൾ ആ മുട്ടിൽ നിന്ന് അന്യഭാഷ പറഞ്ഞു. അപ്പോൾ കാണുന്നവരെല്ലാം ചിന്തിക്കുക, എന്താ ഇവിടെ സംഭവിക്കുന്നത്? പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? ആ കാണുന്നവർ നാളെ വന്നിട്ട് ചോദിക്കും, നീ ആരാ, നീ എന്താണ്, ഏത് ചർച്ചിലാണ് പോകുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നിങ്ങളെ കാണുന്നവർ ദൈവ മഹത്വം എന്താണെന്ന് കാണണം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഈ അധ്യായം ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമ സഭയെക്കുറിച്ചുള്ള അധ്യായമാണ്. പുതിയ നിയമ സഭ എന്താണെന്ന് ലോകം കാണേണ്ടത് നമ്മിലൂടെയാണ്. ഇവിടെ പൗലോസ് പറയുന്നത് സകലരും വായിക്കുന്ന പത്രമെന്നാണ്. എന്ന് പറഞ്ഞാൽ സഭ വായിക്കുന്ന പത്രം എന്നല്ല കേട്ടോ. ഇന്ന് ദൈവത്തിൻ്റെ മഹത്വമൊക്കെ സഭ മാത്രമാണ് വായിക്കുന്നത്. ബാഹ്യലോകം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അനോയിൻറ്റിങ്ങിനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, അനോയിൻറ്റിങ് വിസിബിളാണോ? അനോയിൻറ്റിങ് കാണാൻ പറ്റുമോ? അനോയിൻറ്റിങ് കാണാൻ പറ്റുമോ? ഇത് വലിയ പ്രശ്നമായല്ലോ. വേദപുസ്തകത്തിൽ വാക്യമുണ്ട് കേട്ടോ. ആ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നിട്ട് കൃപ കണ്ട് സന്തോഷിച്ചെന്നൊരു വാക്യമുണ്ട്. കൃപ കണ്ട് സന്തോഷിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം, കൃപ കാണാൻ പറ്റുമോ? കൃപ കാണാൻ പറ്റുമോ? ദൈവാത്മാവ് കഴിഞ്ഞ 2 ആഴ്ച എന്നെ പഠിപ്പിച്ചൊരു സബ്ജക്റ്റ് ഉണ്ട്, വിസിബിൾ ഗ്രേസ്, കാണാൻ പറ്റുന്ന കൃപ. കൃപ കാണാൻ പറ്റുമെന്നേ, കൃപ കാണാൻ പറ്റും. കൃപ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ദൈവമഹത്വം എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങളെല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ അവിശ്വാസിയായ ഒരുവൻ സഭയ്ക്കകത്ത് വന്നാൽ അവൻ എല്ലാവരുടെ വാക്കിനാലും പാപബോധമുണ്ടായിട്ട് അവൻ നെടുമ്പാട് വീണ് അവൻ പറയും, വാസ്തവമായി ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. അവിടെ വിസിബിളാണ്. ദൈവപ്രവൃത്തി തോന്നലല്ല, ദൈവപ്രവൃത്തി ഇമാജിനേഷൻ അല്ല, ദൈവപ്രവൃത്തി കാണത്തക്കവണ്ണം വെളിപ്പെടുന്നു. അപ്പോൾ കാണത്തക്കവണ്ണം വെളിപ്പെടുന്ന ദൈവകൃപ, ദൈവശക്തി സഭയ്ക്കകത്തുണ്ടാകണം. ദൈവശക്തി സഭയ്ക്കകത്തുണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളീ പറഞ്ഞ പുതിയ നിയമ സഭ കർത്താവിൻ്റെ പത്രമായി മാറുകയുള്ളൂ. സഭ വായിക്കുന്ന പത്രമല്ല, ലോകം വായിക്കണം. നമ്മെ കാണുന്ന ലോകക്കാർ പറയണം, ഇവനിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറയണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു സഭയുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്, ഒരു സഭയുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മളൊക്കെ നമ്മുടെ ചർച്ചിന് വേണ്ടി പോസ്റ്റർ അടിക്കും, ബാനർ കെട്ടും, അല്ലേ? ഉണർവ് യോഗം, പിന്നെ അങ്ങനെ പല പേര് കൊടുക്കും നമ്മൾ. അതൊന്നുമല്ല ഒരു സഭയുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻറ്റ്. ഒരു സഭയുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻറ്റ് സൗഖ്യം പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച, മാറിയ ജീവിതങ്ങളാണ് ഒരു സഭയുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻറ്റ്. ഞാൻ തെളിയിക്കാം. എൻ്റെ സ്നേഹിതനാകുന്നൊരു ദേവദാസൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരിക്കൽ ആ നാട്ടിൽ ഭൂതബാധ കൊണ്ട് പലപ്പോഴും വീട് വിട്ട് ഓടിയിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. വീട് വിട്ട് ഓടുക എന്ന് പറയുമ്പോൾ ഭൂതബാധയാണ്, ഭ്രാന്താണ്. ചിലപ്പോഴൊക്കെ വസ്ത്രമില്ലാതെ ആ സ്ത്രീ വഴിയിലൂടെ ഓടിയിരുന്നു. ഈ ദേവദാസൻ ഒരിക്കൽ ആ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ, ആ സ്ട്രീറ്റിലൂടെ അയാൾ നടന്നു പോവുക കേട്ടോ, പാസ്റ്റർ നടന്നു പോവുക. വീട്ടിൽ കിടന്ന് ഇവർക്ക് ഭൂതമിളകിയിട്ട് ഇയാളുടെ മുമ്പിൽ ഓടി വന്ന് കൈകൂപ്പി നിന്നു. ചുരുക്കത്തിൽ പറയാം, ആ സ്ത്രീയെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു, സൗഖ്യമായി, വിടുതൽ പ്രാപിച്ചു. പിന്നെ നാട്ടുകാർ കാണുന്ന കാഴ്ച, ബോംബെയിലെ കഥയാണ് പറയുന്നത് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും വേദപുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് നല്ല മര്യാദക്കാരിയായിട്ട് അതേ തെരുവിലൂടെ ഈ സ്ത്രീ നടക്കുന്നു. മാറിയ ജീവിതങ്ങളാണ് സഭയുടെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ്.
നോട്ടീസ് അടിക്കണ്ട, പോസ്റ്റർ അടിക്കണ്ട, ക്രിസ്തുവിൻ്റെ മഹത്വം ക്യാരി ചെയ്യുന്ന പത്രമായി മാറിക്കഴിഞ്ഞാൽ അത് അക്ഷരം കൊണ്ട് മഷി കൊണ്ട് എഴുതിയ പത്രമല്ലെന്ന് പൗലോസ് പറയുന്നു. അടുത്ത വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ഈ പത്രമുണ്ടല്ലോ മഷി കൊണ്ട് എഴുതിയതല്ല, ആത്മാവിനാൽ എഴുതിയ പത്രം. എന്നെ കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. എത്ര പേർ ഈ വചനം മനസ്സിലാക്കുന്നുണ്ട്? അക്ഷരം കൊണ്ട് എഴുതിയ പത്രമല്ലെന്ന്, മഷി കൊണ്ട് എഴുതിയ പത്രമല്ലെന്ന്. അടുത്ത വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അക്ഷരം കൊണ്ട് എഴുതിയ പത്രമല്ല, മഷി കൊണ്ട് എഴുതിയ പത്രമല്ല, ആത്മാവിനാൽ എഴുതപ്പെട്ട പത്രമായി മാറിക്കഴിയുമ്പോൾ, ആത്മസാന്നിധ്യം വഹിക്കുന്ന പത്രമായി മാറിക്കഴിയുമ്പോൾ, സഭ കാണുന്ന പത്രമെന്നല്ല സകല ലോകവും കാണുന്ന പത്രമായി മാറിക്കഴിയുമ്പോൾ നമ്മെ കാണുന്ന ലോകം പറയും, ഇവനൊരു വ്യത്യാസമുണ്ട്, ഇവൻ പോകുന്ന ചർച്ചിൽ എനിക്കും പോകണം. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, സഹോദരി നിനക്ക് എന്താ പറ്റിയത്, എങ്ങനെയാണ് നീ വിടുതൽ പ്രാപിച്ചത്? സഭയ്ക്കകത്ത് ആൾ വരുമെന്ന്. അഡ്വർടൈസ്മെൻ്റ് ഒന്നും വേണ്ട കേട്ടോ. സഭയ്ക്കകത്ത് ആൾ വരുമെന്ന്. മാറിയ ജീവിതങ്ങളാണ് സഭയുടെ അഡ്വർടൈസ്മെൻറ്റ്. നമ്മുടെ പ്രശ്നം, നമ്മുടെ ചർച്ചിൽ 30 വർഷം ഇരുന്നിട്ടും ഒരു മാറ്റവും ഭവിക്കാത്ത ആളുകൾ സഭയ്ക്കകത്തൊക്കെ അടുത്ത ഒരാൾ വരാൻ വിലങ്ങുതടിയാണ്. കാരണം നമ്മൾ വാസ്തവത്തിൽ ഇന്നും മഷി കൊണ്ടും അക്ഷരം കൊണ്ടും എഴുതിയ കൽപ്പനകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന, തൊടരുത്, പിടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന മാനുഷിക ജഡിക കൽപ്പനകളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന, വളരെ ജഡികരാകുന്ന പത്രങ്ങളായി പോയിരിക്കുന്നു. ഇമ്പാക്റ്റ് ഇല്ല. പഴയ നിയമം അങ്ങനെ ആയിരുന്നു കേട്ടോ. കല്ലിൽ അക്ഷരമായി കൊത്തിയ പഴയ നിയമം ഇമ്പാക്റ്റ് ഇല്ല. മരണം മാത്രം കൊണ്ടുവന്ന പഴയ നിയമം ഇമ്പാക്റ്റ് ഇല്ല. പക്ഷേ പുതിയ നിയമത്തെക്കുറിച്ച് പൗലോസ് അടുത്ത വാക്കുകളിൽ പറയുകയാണ്, ഇത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിനാൽ എഴുതപ്പെട്ട അക്ഷരങ്ങൾ മഷി കൊണ്ടുള്ള അക്ഷരങ്ങളല്ല, ആത്മാവിനാൽ എഴുതപ്പെട്ട അക്ഷരങ്ങളാണെങ്കിൽ ആ അക്ഷരങ്ങൾ അഗ്നി പോലെ കത്തുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷ അഗ്നിയുടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. മഷി കൊണ്ടെഴുതിയ, കല്ലിലെഴുതിയത് അത് മരണത്തിൻ്റെ ശുശ്രൂഷയായി വ്യാപരിച്ചപ്പോൾ ആത്മാവിൻ്റെ ശുശ്രൂഷ അഗ്നിയുടെ ശുശ്രൂഷയായി മാറുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ ഹോസ്പിറ്റൽ ലോബിയിൽ നിന്നുകൊണ്ട് പാടി, കത്തുന്ന അഗ്നി അക്ഷരങ്ങളായി മാറുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണം. എത്ര പേർ എന്നെ കേൾക്കുന്നു? ചിലർ പറഞ്ഞാട്ട്, ക്രിസ്തുവിനെ വായിക്കുന്ന കത്തുന്ന അഗ്നി അക്ഷരങ്ങളായി മാറുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങൾ പുതിയ നിയമ സഭയാണ്, ഞങ്ങൾ പുതിയ നിയമ സഭയാണ്. ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ പകർന്നിരിക്കുന്ന പുതിയ നിയമ അഭിഷേകം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് അനോയിൻറ്റിങ്, ഹല്ലേലൂയ, അത് അക്ഷരമല്ല, മഷി കൊണ്ടുള്ള അക്ഷരമല്ല, പിന്നെ ആത്മാവിനാൽ എഴുതപ്പെട്ട അഗ്നിയുടെ അക്ഷരങ്ങളാണെന്ന് ഞാനൊരു വ്യാഖ്യാനം കൊടുത്താൽ നിങ്ങൾ എന്നോട് പിണങ്ങുമോ? അല്പം കയറി പറഞ്ഞതാ കേട്ടോ, പക്ഷേ കുഴപ്പമില്ല. അഗ്നി കൊണ്ടെഴുതിയ, ഹല്ലേലൂയ, അഗ്നി കൊണ്ടെഴുതിയ, ആത്മാവ് കൊണ്ടെഴുതിയ, ഹല്ലേലൂയ, ആത്മാവിനാൽ എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ എന്തൊരു ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും എന്നറിയാമോ? നാം പോകുന്നിടത്ത് ഈ അഗ്നി കത്തിപ്പിടിക്കണം. ഈ അഗ്നി ഹല്ലേലൂയ നാം പോകുന്നിടത്ത് വീണ് കത്തണം. നാം തൊടുന്നവൻ്റെ മേൽ ഈ അഗ്നി കത്തണം. ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കുറേ കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ മുൻപോട്ട് കടന്നു വരികയാണ്. അതായത് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മുടെ മേൽ കിടക്കുന്നൊരു മൂടുപടത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ മേൽ കിടക്കുന്നൊരു മൂടുപടം മോശയെക്കുറിച്ചാണ് പറഞ്ഞത്. മോശയെക്കുറിച്ച് എന്താ പറഞ്ഞത്? മോശ ഒരു മൂടുപടം എടുത്തിട്ടു. അവൻ്റെ മേൽ വെളിപ്പെട്ട തേജസ്സിൻ്റെ ആ ഒരു ശോഭ കുറയുന്നത് ജനം കാണാതിരിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ തെറ്റിദ്ധരിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗങ്ങളിൽ മറ്റൊരു പ്രസംഗമാണിത്. നമ്മളൊക്കെ പറയും മോശയുടെ മുഖത്തെ തേജസ് ജനം കാണാതിരിക്കാൻ വേണ്ടി മോശ മൂടുപടം എടുത്തിട്ടു. അങ്ങനല്ല പൊന്നു സഹോദരങ്ങളെ, അങ്ങനല്ല അതിൻ്റെ വ്യാഖ്യാനം. ആ കൊരിന്ത്യലേഖനത്തിലെ വാക്യങ്ങൾ
വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, അവൻ്റെ മുഖത്തുള്ള തേജസ് മായുന്നത് കണ്ടിട്ട് മോശ മുഖത്ത് മൂടുപടമിട്ടെന്ന്. കേട്ടോണേ, ഒന്ന് കേട്ടോണേ, എന്താ സംഭവം എന്നറിയാമോ? മോശ ഈ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര ശോഭ, ജനം കണ്ണ് മഞ്ചളിക്കുക, ജനത്തിന് നോക്കാൻ പറ്റുന്നില്ല. മോശ ഇങ്ങനെ നല്ല മിടുക്കനായിട്ട് നിന്നു. കണ്ടോടാ എൻ്റെ കൃപ 10 പേര് കാണട്ടെ, എൻ്റെ മഹത്വം കാണട്ടെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാന്നിധ്യം വിട്ടിങ്ങ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മോശയ്ക്ക് മനസ്സിലായി ആളുകൾക്ക് ഇപ്പം ചെറുകെ നോക്കാൻ പറ്റുന്നുണ്ട്, കണ്ണടയുന്നില്ല. മോശ സൂത്രത്തിലൊരു പണി ചെയ്ത് എന്ത് ചെയ്തെന്നറിയാമോ? മോശ ഒരു മൂടുപടമെടുത്തങ്ങ് മറച്ചു. എന്ന് പറഞ്ഞാൽ ഈ മങ്ങിപ്പോയ അനുഭവം ജനം കാണരുത്, എൻ്റെ തേജസ് കുറഞ്ഞെന്നുള്ളത് ജനം അറിയാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു പൊടിക്കൈയാണ് ഈ മൂടുപടം. കേട്ടോ, അങ്ങനെ അതിൻ്റെ സത്യം. അപ്പോൾ അകത്ത് തേജസ് പോയത് ജനം അറിയുന്നില്ല. ഈ മൂടുപടം വിട്ടോണ്ട് മോശ ജനത്തിന് മുമ്പിൽ വരത്തുള്ളൂ. അപ്പം ജനത്തിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? പഴയ തേജസ്സൊക്കെ ഇപ്പോഴും ഉപദേശിക്കുന്നുണ്ടെന്ന്. പക്ഷേ തേജസ് ഇല്ല, ഉപദേശി ഒരു ചെറിയ ഡ്രാമ കളിക്കുകയാണെന്നുള്ളത് ജനത്തിനറിയത്തില്ല. ജനത്തിൻ്റെ ചിന്ത പഴയ തേജസ് ഇപ്പോഴും ഉണ്ടെന്നാണ്. പഴയ നിയമത്തിൻ്റെ പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ആ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, ആ മൂടുപടം അവിടെ കിടക്കുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ മേൽ വെളിപ്പെടത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ, ക്രിസ്തീയ ജീവിതത്തിൽ സത്യസന്ധതയില്ലാതെ കാപട്യമായിട്ട് എന്ത് അനുകരിച്ചാലും അഭിനയിച്ചാലും ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ മേൽ വെളിപ്പെടുന്നതിന് അത് തടസ്സമാകും. അല്പം പോലും കപടഭക്തി ഇല്ലാത്ത ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അഭിനയിക്കാൻ നമുക്ക് കഴിയും കേട്ടോ. അന്യഭാഷ പോലും അഭിനയിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ ഞാനും പറഞ്ഞില്ലെങ്കിലും എന്നോർത്ത് 2 അന്യഭാഷയൊക്കെ പറയുന്ന ആളുകളുണ്ട്. കയ്യടി അഭിനയിക്കാം, ആരാധന അഭിനയിക്കാം, അന്യഭാഷ അഭിനയിക്കാം. പക്ഷേ മോശയിട്ട മൂടുപടം പോലെ ഒറിജിനൽ തേജസ് നമ്മുടെ മേൽ വെളിപ്പെടാതെ അത് തടസ്സമാകും എന്നുള്ളത് ഞാൻ ഇന്ന് ആത്മാവിൽ ചിലരോട് പറയുകയാണ്. എല്ലാ അഭിനയങ്ങളും മാറ്റിയിട്ട് അവിടെ എന്താ പറയുന്നതെന്നറിയാമോ? ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. ഇന്ന് നമുക്കൊന്ന് തിരിയാം, ക്രിസ്തുവിലേക്ക് തിരിയാം. ഇന്ന് നമ്മുടെയൊക്കെ ഫോക്കസ് പലപ്പോഴും പലരിലേക്കുമാകട്ടോ. അവിടെ നിന്നൊന്നും ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുത്തില്ല. ഈ നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം, ലെറ്റ്സ് us turn back to ജീസസ്. യേശുവിലേക്കൊന്ന് മടങ്ങിപ്പോകാം. എത്ര പേരെ കേൾക്കുന്നുണ്ട്? മറ്റ് പലതിലുമാണ് നമ്മളിപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. നേതാക്കന്മാരെ നോക്കി നിൽക്കുന്നവരുണ്ട്, വലിയ വലിയ അഭിഷക്തന്മാരെ നോക്കി നിൽക്കുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ കണ്ണൊന്നെടുത്ത് മാറ്റിയിട്ട് 2 കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിലേക്ക് പറയുന്നു, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. മൂടുപടം മാറിയാൽ ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ മേൽ നിറയും. തേജസ് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, മോശയുടെ തേജസ് കുറയുന്നത് പോലെ കുറയുന്ന ഒരു തേജസ്സല്ല, മറിച്ച് തേജസ്സിന്മേൽ തേജസ് നാം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികളായി നമ്മൾ തീരും. അപ്പോൾ 3-ാം അധ്യായത്തിൽ 2 രീതിയിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ, ആദ്യത്തെ പോർഷനിൽ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്, അഗ്നി അക്ഷരങ്ങളായി ലോകത്തിന് മുമ്പിൽ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പത്രങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ വായിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെക്കുറിച്ച്, നിങ്ങളെ വായിക്കുന്നവർ രോഗശാന്തിയുടെ മധുരത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച്, നിങ്ങളെ വായിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളുടെ അനുഭവസ്ഥരായി മാറത്തക്കവണ്ണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അക്ഷരത്തിൻ്റെ അല്ല, മഷി കൊണ്ട് എഴുതിയതല്ല, ആത്മാവിനാൽ എഴുതപ്പെട്ട അഗ്നി അക്ഷരങ്ങളായി, ഹല്ലേലൂയ, പത്രങ്ങളായി ഓരോ ദൈവമക്കളും മാറുമ്പോൾ ആ ദൈവമക്കളെ കാണുന്നവർ, ഹല്ലേലൂയ, ദൈവമഹത്വത്തിൻ്റെ സ്പർശനം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ സ്പർശനം, കൃപാവരങ്ങളുടെ സ്പർശനം അവരനുഭവിക്കാൻ പോവുക. ഇത് ആദ്യത്തെ പാരഗ്രാഫ്. 2-ാമത്തെ പാരഗ്രാഫിൽ മറ്റൊരു രീതിയിൽ പറയുന്നു, തേജസ്സിന്മേൽ തേജസ് വ്യാപരിക്കും. പക്ഷേ പ്രശ്നം എന്താ? പ്രശ്നം ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു അക്ഷരം, 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞു മൂടുപടം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ ഭാഗത്ത് പറയാണ് മഷി കൊണ്ടെഴുതിയ അക്ഷരങ്ങൾ, ഹല്ലേലൂയ, മഷി കൊണ്ടെഴുതിയ അക്ഷരങ്ങൾ. അത് പഴയ നിയമത്തിൻ്റേതാണ്. അത് വെളിപ്പെടാനുള്ള
ദൈവ തേജസ്സിനെ, അഗ്നിയുടെ ശുശ്രൂഷയെ തടയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കണ്ണടച്ച് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസിച്ച് കർത്താവിൻ്റെ കൈ പിടിച്ചൊന്ന് നിൽക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ നമ്മളിലൂടെ വെളിപ്പെടുമെന്ന് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. ഈ നൂറ്റാണ്ടിലൊരു തീത്തോസിനെ വേണ്ടേ? ഈ നൂറ്റാണ്ടിലൊരു തീമത്തിയോസിനെ വേണ്ടേ? ഈ നൂറ്റാണ്ടിലൊരു ശീലാസിനെ വേണ്ടേ? പൗലോസും ബർന്നബാസും ഒന്നും ആകണ്ട കേട്ടോ. കുറഞ്ഞ പക്ഷം അവരെ പോലെ ഇൻറ്റിഗ്രിറ്റിയുള്ള ഒരു ദൈവദാസൻ്റെ ആവശ്യം ഈ നൂറ്റാണ്ടിലില്ലേ? ഒരു ദൈവദാസിയുടെ ആവശ്യം ഈ നൂറ്റാണ്ടിലില്ലേ? നിങ്ങൾ പറഞ്ഞാട്ട് കർത്താവേ എന്നെ അങ്ങനെ ഒന്നാക്കി മാറ്റണം. പാട്ട് പാടുമ്പോൾ നമുക്ക് പാടാം, ഒരു പൗലോസായി മാറുവാൻ. ആയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. ഈ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ 100 കണക്കിന് പൗലോസുമാരൊന്നും വേണ്ട, ഹല്ലേലൂയ. പക്ഷേ കുറേ തീമോത്തിമാരും ശീലാസുമാരും ഒക്കെ ഈ നൂറ്റാണ്ടിൻ്റെ ആവശ്യമാണ്, അന്ത്യകാല സഭയുടെ ആവശ്യമാണ്. ഇൻറ്റിഗ്രിറ്റിയുള്ള, സത്യസന്ധതയുള്ള, വിശ്വസ്തതയുള്ള, ഹല്ലേലൂയ, കുറേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവദാസിമാർ ഈ നൂറ്റാണ്ടിൻ്റെ ആവശ്യമാണ്. നിങ്ങളിൽ എത്ര പേർ പറയും കർത്താവേ എന്നെ അങ്ങനെ ആക്കി മാറ്റണമെന്ന്? എത്ര പേർ പറയും? ഹല്ലേലൂയ. അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ നിൽക്കരുത്. ഞാൻ ആരംഭത്തിലൊരു കഥ പറഞ്ഞാൽ തുടങ്ങിയത്, TG ഉമ്മച്ചൻ എന്ന് പറയുന്ന പാസ്റ്ററുടെ കഥ. അവിടെ അക്ഷരമുണ്ടായിരുന്നു. വിയോജിത പ്രസ്ഥാനത്തിൽ അവർ പഠിപ്പിക്കുന്നത് പോലെ ഡോക്ടറിൻ പഠിപ്പിക്കുന്നവരാരുമില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകം, പ്രവചന ഭാഗങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച് എന്താ പറയുന്നത്, കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ ഭയങ്കര കഴിവാണ്. പക്ഷേ വിയോജിത പ്രസ്ഥാനക്കാരുടെ അക്ഷരത്തിൻ്റെ ആരാധനയുടെ നടുക്ക് വെളിപ്പെട്ട, തമ്പാറില്ലാതെ മറ്റൊരു കൊട്ടും പാട്ടുമില്ലാതെ വെളിപ്പെട്ട ഒരു പുതിയ നിയമ ശക്തിയുണ്ട്. അത് അക്ഷരത്തിൻ്റെ ശക്തിയല്ല, അത് ആത്മാവിൻ്റെ ശക്തിയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാൻ പണ്ട് തീത്തോസിൻ്റെയും ശീലാസിൻ്റെയും ഒക്കെ കഥയല്ലേ പറഞ്ഞത്. അങ്ങോട്ടൊന്നും പോകണ്ടെന്നേ. വെറുതെ പെന്തക്കോസിൻ്റെ ആദ്യകാല പിതാക്കന്മാരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പെന്തക്കോസിൻ്റെ ആദ്യകാല പിതാക്കന്മാരെ എന്തൊരു ഇൻറ്റിഗ്രിറ്റി ആയിരുന്നെന്നറിയാമോ? വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ. ഹല്ലേലൂയ. കേരള പെന്തക്കോസ് ചരിത്രം എടുത്തിട്ട് കുറേ കോളം ആർട്ടിക്കിൾസ് ഉണ്ട്, കുറേ അഭിഷക്തന്മാരുടെ കഥയുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചോണേ. ഹല്ലേലൂയ. കുറേ പേരുടെ കഥയുണ്ട്. ഇന്നലെ നമുക്ക് വന്ന് വിമൻ ഫോർ ജീസസിൽ ഇന്ന് ബുധനാഴ്ച സാക്ഷ്യം പറഞ്ഞത് ചേത്തക്കൽ കീവറിച്ചൻ എന്ന് പറയുന്ന കർത്താരദാസൻ്റെ കൊച്ചു മകനാണ്. ചേത്തക്കൽ കീവറിച്ചൻ. ഹല്ലേലൂയ. IPC സഭ തുടങ്ങിയപ്പോൾ ആദ്യത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്ന ആളാണ് ചേത്തക്കൽ കീവറിച്ചൻ. അദ്ദേഹത്തിൻ്റെ 5ാം തലമുറയാണ് ഇന്ന് ഹല്ലേലൂയ ഭൂമിയിലുള്ളത്. 5 തലമുറകൾ. ഹല്ലേലൂയ. എനിക്കൊത്തിരി സന്തോഷം തോന്നി. ചേത്തക്കൽ കീവറിച്ചൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഈ കേരള പെന്തക്കോസ് ചരിത്രം സാജു മാത്യു കുറിയനോട് എഴുതിയ സാക്ഷ്യത്തിൽ കിട്ടും, ആ ഒരു പുസ്തകത്തിൽ കിട്ടും കേട്ടോ. അതൊക്കെ കിട്ടാൻ എളുപ്പമാണ്. വെറുതെ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. കേരള പെന്തക്കോസ് ചരിത്രം സാജു മാത്യു കുറിയനോട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. PDF കിടപ്പുണ്ടെന്നേ. അവിടെ എവിടെയും പോകുന്നും വേണ്ട. നിങ്ങൾക്കെല്ലാം വായിക്കാം, വായിച്ചു നോക്കണം. എന്തായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ആത്മനിറവെന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഈ പറഞ്ഞ TG ഉമ്മച്ചൻ മാത്രമല്ല വിയോജിത പ്രസ്ഥാനത്തിൽ ബ്രദർകാരുടെ ഇടയ്ക്കിരുന്ന് അന്യഭാഷ പ്രാപിച്ചത്. അങ്ങനെ പ്രാപിച്ച കുറേ പേരുണ്ട് കേട്ടോ. അതിലൊരാളായിരുന്നു CS മാത്യു സാറ്. ഒരു പെന്തക്കോസ്തുകാരുടെ യോഗത്തിന്, ഒരു പെന്തക്കോസ്ത് മീറ്റിങ്ങിൽ പെന്തക്കോസ്തുകാരെ കളിയാക്കാൻ അന്യഭാഷ എഴുതിയെടുക്കാൻ കയറിയിരുന്ന ആളാണ്. അന്യഭാഷ എഴുതിയെടുക്കാൻ കയറിയിരുന്ന ആൾ എന്ന് പറഞ്ഞാൽ നാളെ പെന്തക്കോസ്തുകാർക്കെതിരെയുള്ള ഖണ്ഡന പ്രസംഗത്തിന് ഇവർ പറഞ്ഞ അന്യഭാഷ ഇതാണെന്ന് പേപ്പറിൽ നോക്കി വായിക്കാൻ വേണ്ടി അന്യഭാഷ എഴുതിയെടുക്കുവാൻ കയറിയിരുന്ന ആളാണ് പാസ്റ്റർ CS മാത്യു എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട കർത്താരദാസൻ. അകത്തോട്ട് കയറിയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്തൊരു പാട്ട് പാടി, കൊടിയ കാറ്റടിക്കണമേ എന്നൊരു പാട്ട് പാടിയത് മാത്രമല്ല കൊടിയ കാറ്റങ്ങടിച്ചു. ഹല്ലേലൂയ. എഴുതാൻ വന്ന പേപ്പറും പേനയും കയ്യിൽ നിന്ന് തെറിച്ചു. CS മാത്യു ആത്മനിറവിൽ ആരാധിച്ചു. അതിനുശേഷം പിന്നെ തിരിച്ചു പോയില്ല കേട്ടോ. അദ്ദേഹമാണ് പിന്നീട് കേരളത്തിൽ അറിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ. അനേക അനുഗ്രഹീത ഗാനങ്ങൾ എഴുതിയ, എൻ പ്രിയനെപ്പോൾ സുന്ദരനായി, 10,000 പേർകളിൽ പരമസുന്ദരനായ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇങ്ങനെ ഒത്തിരി പാട്ടെഴുതിയ കർത്താരദാസൻ പാസ്റ്റർ CS മാത്യു സാറ്. ഹല്ലേലൂയ.
പെന്തക്കോസ്ത കേട്ടോ, അന്യഭാഷയെ കളിയാക്കിയവർ, എഴുതിയെടുക്കാൻ വന്നവർ, കൂട്ടായ്മയുടെ നടുവിൽ ആത്മനിറവിൽ നൃത്തമാടിയ ചരിത്രമാണ് പെന്തക്കോസ്തിനുള്ളത്. നമ്മുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കണ്ടേ? അങ്ങനെ സംഭവിക്കണം പ്രിയമുള്ളവരെ. കൊടുന്തറ ഉമ്മച്ചൻ എന്ന് പറയുന്ന ദൈവദാസൻ്റെ വീട്ടിൽ, അതും വിയോജിത പ്രസ്ഥാനമാണ്. വിയോജിത പ്രസ്ഥാനം സാധനം ഏതാണെന്ന് മനസ്സിലായില്ലേ? ബ്രദറൻ വിശ്വാസമാണ്. വിയോജിത പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് കൊടുന്തറ ഉമ്മച്ചൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ, ഹല്ലേലൂയ, നാട്ടുകാർ നോക്കിയപ്പോൾ കൊടുന്തറ ഉമ്മച്ചൻ്റെ വീടിന് തീ പിടിക്കുന്നു. മൈ ഗോഡ്, ഹല്ലേലൂയ. നാട്ടുകാർ ഓടിക്കൂടി കേട്ടോ, നാട്ടുകാർ ഓടിക്കൂടി, തീ കെടുത്താൻ ഓടിക്കൂടി, ബക്കറ്റ് വെള്ളം കൊണ്ട് ഓടി വന്നു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് കൊടുന്തറ ഉമ്മച്ചിൻ്റെ വീടിന് തീ പിടിച്ചതല്ല, ദൈവത്തിൻ്റെ ഷേക്കേന ആ വീടിന് മുകളിൽ ഇറങ്ങി നിൽക്കുക. ഇതൊന്നും ആരെങ്കിലും ഉണ്ടാക്കിയ കഥകളല്ല കേട്ടോ, ആരെങ്കിലും ഉണ്ടാക്കിയ കഥകളല്ല. ശ്രദ്ധിച്ച് കേൾക്കണമേ വാത്സല്യമുള്ള ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് റായ്പൂർ ചർച്ചകോടി ശുശ്രൂഷിക്കാൻ പോയി. റായ്പൂർ ചർച്ചകോടിൻ്റെ ചരിത്രം എന്താണെന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം. കേരളത്തിലെ പ്രവാചക ശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യനായിരുന്ന വാര്യാപുരം യോനാച്ചാൻ്റെ മൂത്ത സഹോദരൻ, ഹല്ലേലൂയ, PM ഷാമുവേൽ, അദ്ദേഹം ശുശ്രൂഷിച്ച, അദ്ദേഹം ആരംഭിച്ച സഭയാണ് ഇന്ന് റായ്പൂർ സിറ്റിയിൽ 3000-ലധികം ആളുകൾ ആരാധിക്കുന്ന ഒരു ചർച്ച്. ഹല്ലേലൂയ. ആ ചർച്ചിൻ്റെ ചരിത്രം തുടക്കകാലത്ത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ ചർച്ചിൻ്റെ ഒരു ചെറിയ വീട്ടിൽ ഈ പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ വിവാഹിതനല്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്തു, വിവാഹം കഴിക്കാതെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവം ഭയങ്കരമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവം എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു വീട്ടിൽ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കുറേ വിശ്വാസികളുമായിരിക്കുമ്പോൾ പെട്ടെന്ന് നാട്ടുകാർ കണ്ടു ആ വീടിൻ്റെ മുകളിലേക്ക് ഒരു വലിയ അഗ്നിഗോളം വന്ന് വീഴുന്നു. ഓ എൻ്റെ കർത്താവേ, എന്താണ് പഴയ പെന്തക്കോസ്ത്, എന്താണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്? ഹല്ലേലൂയ. അതാണോ ഇതാണോ നമുക്ക് വേണ്ടത്? തീത്തോസും ശീലാസും ഒന്നും ആയില്ലെങ്കിലും ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ വാര്യാപുരം യോനാച്ചാനെ പോലെ ഒരു പ്രവാചകനെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? പ്രവചിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ, പക്ഷേ കൃത്യതയുള്ള പ്രവചനങ്ങളില്ല. ആളുകളെ കുടുക്കുന്ന ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ മാജിക്ക്, മാസ്മരിക വിദ്യ കാണിച്ച് ആളുകളെ വശത്താക്കി വഷളാക്കുന്ന കുറേ പ്രവാചകന്മാരല്ലാതെ നമ്മുടെ ഇടയിൽ എവിടെ? ഹല്ലേലൂയ. അന്ന് കാലഘട്ടത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ട പ്രവചന ശുശ്രൂഷയും നമ്മുടെ പിതാക്കന്മാർ കണ്ട ആത്മീക അനുഭവങ്ങളും, താങ്ക് യു ജീസസ്, നമുക്ക് മടങ്ങി വരണ്ടേ? ആ മടങ്ങി വരവിനാണ് ഉണർവെന്ന് പറയുന്നത്. ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന നടക്കുന്ന വീടുകളുടെ മുകളിൽ ഷേക്കേനായി ഇറങ്ങി വരണമെന്ന്, അഗ്നിഗോളങ്ങൾ വീഴണമെന്ന്, നാട്ടുകാർ ഓടിക്കൂടണമെന്ന്. 2 വർഷം 3 വർഷങ്ങൾക്ക് മുമ്പ് 2021 എൻ്റെ ഓർമ്മ, 2021 ജനുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ പൂന മുക്തി മിഷനിൽ, പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ അവിടുത്തെ അന്തേവാസികളായ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്പിരിച്വൽ എംഫസൈസ് മീറ്റിംഗ്, ഒരു കാത്തിരിപ്പ് യോഗം നടത്തുവാൻ ഞാൻ അവിടെ പോയി. ഹല്ലേലൂയ. എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു. അതേ ഹോളിൽ, ഏത് ഹോളിൽ? അന്ന് തീ ഇറങ്ങിയ ഒരു ഹോളുണ്ട് കേട്ടോ. ആ നാട്ടുകാർ ബക്കറ്റിൽ വെള്ളവുമായിട്ട് ഓടിയെത്തിയൊരു ഹോളുണ്ട്. അതായത് പണ്ഡിത രമാഭായിയുടെ ചാപ്പലിന് തീ പിടിച്ചെന്ന് പറഞ്ഞ് ആളുകൾ ഓടിക്കൂടിയൊരു ഹോളുണ്ട്. ആ ഹോളിൽ ഞാൻ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, റായ്പൂരിൽ ഇറങ്ങിയ അഗ്നികോളം, പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ ഇറങ്ങിയ അഗ്നികോളം, കൊടുന്തറ ഉമ്മച്ചൻ്റെ വീടിൻ്റെ മുകളിൽ ഇറങ്ങിയ അഗ്നികോളം, പൂവത്തൂർ ഉണർവെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പൂവത്തൂർ ഉണർവെന്ന് കേട്ടിട്ടില്ലേ? ആ അഗ്നികോളം, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ എന്തേ നമ്മുടെ ഇടയിൽ ഇറങ്ങി വരാത്തത്? എവിടേക്കോ മൂടുപടം കിടക്കുന്നു പ്രിയമുള്ളവരെ. എവിടേക്കോ ഇപ്പോഴും നാം അക്ഷരങ്ങളിൽ ഒതുങ്ങിക്കിടക്കുന്നു. മഷി കൊണ്ടെഴുതിയ അക്ഷരങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അഗ്നി, ഹല്ലേലൂയ, നാവുകൾ പ്രത്യക്ഷപ്പെട്ട് അഗ്നി നാവുകളുടെ അഗ്നി വാക്കുകൾ അഗ്നി അക്ഷരങ്ങളായി ഓരോ ദൈവമക്കളും മാറുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ആ ഒരു ആത്മിക അനുഭവം നമുക്ക് വെളിപ്പെടുകയുള്ളൂ. റായ്പൂരിൽ എന്താ സംഭവിച്ചത്? നാട്ടുകാർ കണ്ടു, ഇതാ
ഒരു അഗ്നികോളം വീടിൻ്റെ മുകളിൽ വീഴുന്നു. നാട്ടുകാർ ഓടിക്കൂടി കേട്ടോ. അങ്ങനെ ഓടിക്കൂടിയ ആളുകൾ ജനലിലൂടെ നോക്കുമ്പോൾ അവർ കണ്ട കാഴ്ച ഇതാ വെള്ളവസ്ത്രം ധരിച്ച അജാനുബാഹുവാകുന്ന തേജസ് വാരി പുതച്ച ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥിക്കുന്നവരുടെ നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഓ മൈ ഗോഡ്! ഇതാരെങ്കിലും അകത്തിരുന്ന പ്രവാചകൻ വെളിപ്പാട് കണ്ടതല്ല, നാട്ടുകാർ കണ്ട കാഴ്ച. ഇന്ന് നമ്മൾ വെളിപ്പാട് കണ്ടിട്ട് പറയും, ദേ സ്വർഗ്ഗദൂതന്മാർ പോകുന്നു, ദേ ഒരു കർത്താവിൻ്റെ പ്രസൻസ് ഇവിടെ ഇറങ്ങുന്നു, ഞാൻ കാണുന്നു. പുറമേ ഉള്ളവർ കാണുമോ? അവരൊന്നും കാണത്തില്ല, കാരണം നമ്മൾ വെളിപ്പാടിൽ അങ്ങ് പറയുക. പക്ഷേ ഞാൻ പറയട്ടെ, സകല മനുഷ്യരും വായിക്കുന്ന പത്രമായി ഞാനും നീയും മാറിയാൽ നമ്മളല്ല പറയേണ്ടത്, നാട്ടുകാർ പറയണം. അവരുടെ ആരാധന നടുവിൽ ഊരിപ്പിടിച്ച വാളുമായി സ്വർഗ്ഗദൂതന്മാർ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടെന്ന് വെളിയിലുള്ളവർ വന്ന് സാക്ഷ്യം പറയണം. അതാണ് പെന്തക്കോസ്ത്, അതാണ് പുതിയ നിയമസഭ. ഹല്ലേലൂയ! നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി അയൽവാസിയായ മുസ്ലിം സ്ത്രീ പറഞ്ഞു, ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന്. ഹല്ലേലൂയ! അവരാ കാഴ്ച കണ്ടു, അഗ്നികോളം ഇറങ്ങി വരുന്നത് കണ്ടിട്ട്. ഹല്ലേലൂയ! അഗ്നികോളം ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഓടി കാണാൻ വന്ന സ്ത്രീ ഇത് കണ്ടിട്ട് അലറി നിലവിളിക്കുക. അവർ പറഞ്ഞു, എനിക്ക് ഈ ദൈവത്തെ പിൻപറ്റണം. ആ കുടുംബം ഇന്നും ആ സഭയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് കേൾക്കണമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ! ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ഇപ്പോഴത്തെ പാസ്റ്റർ എന്നോട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു, പറഞ്ഞു തന്നു. അന്ന് തീയിറങ്ങിയ വീട്, അന്ന് അഗ്നി ഇറങ്ങിയ വീട് ഇന്നും ഇന്നത്തെ ചർച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് കാട് പിടിച്ച് കിടപ്പുണ്ട്. വേണമെങ്കിൽ ആ വസ്തു വാങ്ങിക്കാം. പക്ഷേ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് ആ വസ്തു വാങ്ങിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പച്ചൻ്റെ ദൂരക്കാഴ്ച കേട്ടോ. അപ്പച്ചൻ പറഞ്ഞ് ആ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ തീ ഇറങ്ങിയ വീടാണെന്ന് പറഞ്ഞ് ഈ നോർത്ത് ഇന്ത്യക്കാരെല്ലാം കൂടെ അതിനെ ഒരു പുണ്യസ്ഥലമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട. പിന്നെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ഡെഡ് ബോഡി ഇവിടെയൊന്നും അടക്കല്ല, ചർച്ച് കോമ്പൗണ്ടിൽ അടക്കരുത്, വളരെ ദൂരെ എവിടെയെങ്കിലും അടക്കണം. കാരണം എന്താണെന്നറിയാം, അതുപോലെ അഗ്നിയായി ജീവിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഭയമുണ്ടായിരുന്നു, നാളെ നോർത്ത് ഇന്ത്യൻ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തെ തീർത്ഥാടന കേന്ദ്രമാക്കുന്നു. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ 10-50 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി അടക്കിയത്. ദീർഘവീക്ഷണമായിരുന്നു, കാരണം തനിക്ക് പേരെടുക്കുവാനുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു. ഓ, എന്തൊരു വിശ്വാസ ജീവിതമായിരുന്നറിയാമോ? ഹല്ലേലൂയ! താങ്ക് യു ജീസസ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കാലത്ത് ഇങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെ കിട്ടുമോ? ഒറ്റയൊരാൾ മതിയെന്നേ. എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം പറയും. ആസാദിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കൊണ്ടുവന്നതിൽ പ്രായമുള്ളവരൊക്കെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പറയും, വാര്യാപുര യോനാചാൻ അന്ന് പറഞ്ഞ പ്രവചനം നടന്നു. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇന്ന് അങ്ങനെയുള്ള പ്രവാചകന്മാരില്ല? കിലുക്കിക്കുത്ത് നടത്തി എന്തെങ്കിലും പറയുന്ന, കണ്ടിട്ട് മനസ്സിലാകാത്ത ദർശനങ്ങൾ പറയുന്ന, പൊട്ട ദർശനങ്ങളും പ്രവചനങ്ങളും നിർത്തിയിട്ട് അഗ്നി അക്ഷരങ്ങളായി മാറുവാൻ. ഹല്ലേലൂയ! എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? അഗ്നി അക്ഷരങ്ങളായി മാറുവാൻ. എൻ്റെ മെസ്സേജ് ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടാകാം. എന്നോട് ക്ഷമിക്കുക. കാരണം ആ മുറിവുകളാണ് റിവൈവലിൻ്റെ നൊമ്പരങ്ങളായി മാറുന്നത്. ആ മുറിവുകളിലുണ്ടാകുന്ന വേദനയാണ് ഒരു ഉണർവിൻ്റെ ആരംഭം. ചില അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്, അസാധാരണ കൃപാവരങ്ങളുമായി ചിലരെ സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിരിയാം, അക്ഷരങ്ങളിൽ നിന്ന് തിരിയാം. മഷി കൊണ്ടെഴുതിയ അക്ഷരങ്ങളിൽ നിന്ന് തിരിഞ്ഞ് നമുക്ക് ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്കൊന്ന് നോക്കാം. അതുകൊണ്ട് നമുക്ക് തിരിയാം, മറ്റെല്ലാത്തിൽ നിന്നും തിരിഞ്ഞ് യേശുവിലേക്കൊന്ന് നോക്കാം. ചർച്ച് യേശുവിലേക്കൊന്ന് തിരിച്ചു വരുവാൻ തയ്യാറാണോ? കർത്താവിലേക്കൊന്ന് തിരിച്ചു വരുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ! എനിക്ക് തോന്നുന്നു മാറ്റ് റഡ്മാൻ എന്ന് പറയുന്ന ഒരു ദേവദാസനാണ് ഒരു പാട്ട്, ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്നൊക്കെ പറയും, ഒരു പാട്ട് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ചർച്ചിലൊരു ഡിസിഷൻ എടുത്തു, ഇനി കുറേ കാലത്തേക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ചർച്ചിൽ ഉപയോഗിക്കുന്നില്ല. കാരണം ആളുകളുടെ ഫോക്കസ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിലാണ്. പാസ്റ്റർ ഒരു ഡിസിഷൻ എടുത്തു, ഇനി 6 മാസത്തേക്ക് ചർച്ചിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റും ഇല്ല. ലെറ്റ് us കം ബാക്ക് ടു ജീസസ്. ദ സെൻറ്റർ ഓഫ് വർഷിപ്പ് ഈസ് ജീസസ്. ആരാധനയുടെ കേന്ദ്രബിന്ദു യേശു കർത്താവാണ്. ജനം യേശുവിലേക്ക് മടങ്ങി വരണം. അങ്ങനെ ഹല്ലേലൂയ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ട്
ചർച്ചിലെ കൊയറിലുണ്ടായിരുന്ന ഹല്ലേലൂയ ആ ദേവദാസൻ, അദ്ദേഹം വീട്ടിൽ പോയി കിടന്ന് ദൈവസന്നിധിയിൽ ജാഗരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പാട്ടാണ് പിന്നീട് വളരെ പ്രശസ്തമായി തീർന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. വെൻ ദ മ്യൂസിക് ഫെയ്ഡ്, മ്യൂസിക് ഒന്നുമില്ലാതായിത്തീരുമ്പോൾ ഹല്ലേലൂയ യേശുവിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക, യേശുവിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. വെൻ ദ മ്യൂസിക് ഫെയ്ഡ്സ് ഓൾ ഈസ് സ്ട്രിപ്ഡ് അവേ ആൻഡ് ഐ സിംപ്ലി കം. എല്ലാം സ്ട്രിപ്ഡ് അവേ എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റുമ്പോൾ, ഗിറ്റാറില്ല, കീബോർഡില്ല, ഡ്രംസ് ഇല്ല, എല്ലാം എടുത്തു മാറ്റുമ്പോൾ ആ സമയത്ത് ഞാൻ യേശുവിലേക്ക് ഫോക്കസ്ഡ് ആകുകയാണ്. ദൈവമക്കളെ, നമുക്കിന്ന് മറ്റ് പലതുമുണ്ട്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ അല്പസമയങ്ങൾ ഈ വചനം പറഞ്ഞ അതോറിറ്റി ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ ഈ വചനം ശരിക്കും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. മാറ്റ് റെഡ്മാൻ, ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. ആ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കെൻ യു ടേൺ ബാക്ക് ടു ജീസസ്? യേശുവിലേക്കൊന്ന് തിരിയാൻ പറ്റുമോ? ബാക്കി നമ്മൾ കണ്ണുവെച്ചിട്ടുള്ള ഒത്തിരി ഉണ്ട് കേട്ടോ. യേശുവിലേക്ക് തിരിയുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. എന്താണെന്നറിയാമോ? നിങ്ങളുടെ മേൽ വീണ് കിടക്കുന്ന ഒരു മൂടുപടം മാറിപ്പോവും. മോശയിട്ട ഒരു മൂടുപടമില്ലേ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അതെന്താണെന്ന്? ഒരു ഡ്രാമയോ ഒരു നാടകമാ. അങ്ങനെയുള്ള നാടകങ്ങൾക്ക് ദൈവപ്രവൃത്തി ചെയ്യാൻ പറ്റുകയില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞ ദേവദാസനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, ദ സീക്രട്ട് ഓഫ് വിഗിൾസ്വർത്ത്സ് പവർ, വിഗിൾസ്വർത്തിൻ്റെ ശക്തിയുടെ രഹസ്യം. ഇന്നും ആളുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ അദ്ദേഹത്തെ ദൈവം അങ്ങനെ ഉപയോഗിച്ചത്. ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത്, വിഗിൾസ്വർത്ത് ഡ്രസ്സ് ചെയ്തതുപോലെ ചിലർ ഡ്രസ്സിട്ട് നോക്കി, അതുപോലെ നടന്നു നോക്കി, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അനുകരിച്ച് നോക്കി, അദ്ദേഹം വേദപുസ്തകം പിടിക്കുന്നത് പോലെ പിടിച്ചു നോക്കി, അദ്ദേഹം പറയുന്നത് പോലെ പറഞ്ഞു നോക്കി. മിമിക്രി ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതല്ല അനോയിൻറ്റിങ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി ഇന്ന് രാത്രി പറയുക, എല്ലാം ഒന്ന് സ്ട്രിപ്പ് അവേ ചെയ്യട്ടെ, അതെല്ലാം ഒന്ന് എടുത്തു മാറ്റട്ടെ. നമ്മുടെ ആക്ഷൻസ്, നമ്മൾ പഠിച്ചു വെച്ചത്, നമ്മൾ പരിചയിച്ച് വെച്ചത്, ഹല്ലേലൂയ, നമ്മൾ പഠിച്ച പരിചയിച്ച പല്ലവികൾ, ഹല്ലേലൂയ, ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ലെറ്റ് us turn back to ജീസസ്. യേശുവിലേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞിട്ട്, കർത്താവേ, ഇതെല്ലാം എൻ്റെ ഡ്രാമയാണ് കേട്ടോ. ദേവദാസന്മാരെ നമ്മളൊക്കെ ചെയ്യുന്നൊരു പ്രശ്നം, എനിക്കറിയില്ല എത്ര ദേവദാസന്മാർ ഈ മീറ്റിങ്ങിലുണ്ടെന്ന്, പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ദേവദാസന്മാർ ചെയ്യുന്നൊരു തെറ്റ്, നമ്മൾ ഈ സ്റ്റേജിലൊക്കെ കയറി നിന്ന് പറയും, ധാ വലിയ ദൈവത്തിൻ്റെ ശക്തിയോട് വ്യാപരിക്കുന്നു. എവിടെ? വെറുതെ പറഞ്ഞതല്ലേ? വ്യാപരിക്കുന്നുണ്ടോ? ഇല്ല. ജനത്തെ ഒന്ന് കൊഴിപ്പിക്കാൻ, ഒന്ന് ഉത്സാഹിപ്പിക്കാൻ പറഞ്ഞതാ. ഒരു ചെറിയ ഓളം പോലും അവിടെ അടിക്കുന്നില്ല കേട്ടോ. വലിയ ദൈവശക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ വലിയ ദൈവശക്തി. ഇന്നലെ സാക്ഷ്യം പറയാൻ വന്ന ഒരു 93 വയസ്സുള്ള അപ്പച്ചൻ, ആരാന്നറിയാമോ? ഈ മുമ്പേ പറഞ്ഞ ചേത്തക്കൽ ഗീവറിച്ചൻ എന്ന് പറയുന്ന ആ അപ്പച്ചൻ്റെ മകൻ, 93 വയസ്സുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. അദ്ദേഹം ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ നമ്മുടെ കുന്നംകുളം ഭാഗത്തൊരു ചർച്ചിൽ വെച്ച് ഒരു പ്രോഫറ്റ് അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കൈ വെച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അടിച്ചു തട്ടി താഴെ പോയെന്ന്. ഹലോ, 93 വയസ്സുള്ള അപ്പച്ചൻ 10-75 വർഷം മുമ്പ് നടന്ന സംഭവം പറയുക. അദ്ദേഹത്തിൻ്റെ മേൽ ആ പ്രോഫറ്റ് വലിയ അഭിഷേകത്തോട് കൈവച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാതെ താഴെ വീണ് ഉരുണ്ടെന്ന്. അയ്യോ, ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ സംഭവിച്ചാൽ പിന്നെ ഓടിച്ചിട്ട് നമ്മളെ തല്ലും, പറയും ഇതൊക്കെ ഇതൊക്കെ പണ്ട് പെന്തക്കോസിലുണ്ടായിരുന്നെന്നേ. കേബണം സാറിൻ്റെ ജീവചരിത്രം നിങ്ങൾ വായിക്കണം. മുളക്കഴ സിയോൻ കുന്ന് ബൈബിൾ സ്കൂളിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ആത്മവിവശതയിലായിട്ട് മണിക്കൂറുകൾ കടന്നു. ആളുകൾ ഓർത്ത് ഇദ്ദേഹത്തിന് അസുഖമാണെന്ന്. ഹല്ലേലൂയ. ആളുകൾ അദ്ദേഹത്തെ പിന്നെ എന്താ പറയുക, വൈദ്യൻ്റെ അടുക്കലൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയെന്ന്. അവസാനം ആരോ പറഞ്ഞല്ല, പുള്ളി അങ്ങനെ കിടക്കട്ടെ. അവസാനം അദ്ദേഹം മണിക്കൂറുകൾക്ക് ശേഷം എഴുന്നേറ്റ് വരുന്നത് വലിയൊരു വെളിപ്പാടും പ്രാപിച്ചുകൊണ്ടാണ്, ദർശനവും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പെന്തക്കോസ്തിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കൊച്ചുപിള്ളാരുടെ ഭാഷയെ പറഞ്ഞാൽ അതൊക്കെ ഇച്ചിച്ചിയാ, വിശ്വസിക്കാൻ പറ്റാത്തത്. മടങ്ങി വരണം നാം. ആ മടങ്ങി വരുവിനാണ് റിവൈവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുതിയതെന്തെങ്കിലും കണ്ടെത്തലല്ല റിവൈവൽ. പണ്ടുണ്ടായിരുന്നതിനെ നമ്മുടെ ഇടയിൽ യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് റിവൈവൽ. തീത്തോസും ബർണബാസും ശീലാസും ഒക്കെ 1-ാം നൂറ്റാണ്ടിൽ അവരവിടെ നിൽക്കട്ടെ. കുറഞ്ഞ പക്ഷം പെന്തക്കോസ്തിൻ്റെ ആദ്യകാലത്ത് ഉണർവിൽ സംഭവിച്ച അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ചേത്തക്കൽ ഗീവറിച്ചൻ എന്ന് പറയുന്ന ആ അപ്പച്ചൻ്റെ മകൻ,
KV എബ്രഹാം, ഫിലദൽഫിയ ദൈവസഭയുടെ 50-ലധികം വർഷങ്ങൾ, ഉദയപൂർ ഫിലദൽഫിയ ദൈവസഭയുടെ 50-ലധികം വർഷങ്ങൾ വൈസ് പ്രസിഡൻ്റായിരുന്ന ദൈവദാസൻ, അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്, അതിനുശേഷം പിന്നീടൊരിക്കൽ ആശാരി ഉപദേശി തലേ കൈവച്ചപ്പോൾ അതേ അനുഭവം ഉണ്ടായി. ആമേൻ, ഹല്ലേലൂയ. ആശാരി ഉപദേശി തലേ കൈവച്ചപ്പോഴും ഈ പറഞ്ഞ അപ്പച്ചൻ ഹല്ലേലൂയ ആത്മവിശുദ്ധയിൽ താഴെ പോയെന്ന്. ഇതൊക്കെ ഇന്ന് നമുക്ക് പേടിയാ പറയാൻ കേട്ടോ. കാരണം വിമർശനങ്ങളെ നമ്മൾ ഭയപ്പെടുന്നു. നമ്മൾ ആരെയാ പേടിക്കുന്നത്? ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട ഒരു കാഴ്ച, ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസി, ആ സഹോദരി ഇറങ്ങിപ്പോയി സഹോദരിമാരെ ജസ്റ്റ് തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ ആത്മവിശുദ്ധയിൽ വീഴാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഈ സഹോദരി പേടിച്ചങ്ങ് പോയി. ഈ ശുശ്രൂഷിച്ച സഹോദരി പേടിച്ചു പോയി. കാരണം എന്താണെന്നറിയാം, അവർക്കൊരു പേടി, ഇനി ഇതെങ്കിലും ആരെങ്കിലും എടുത്ത് വിമർശിച്ചാലോ. കാരണം വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഔട്ടാകത്തില്ലേ? ആരെയാണ് നമുക്ക് പേടി? ഉണർവിന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ അക്ഷരങ്ങളുടെ കെട്ടുപാടുകൾക്ക് പുറത്തേക്ക് വന്നിട്ട് ആത്മാവിൻ്റെ അക്ഷരങ്ങളായി മാറിയേ മതിയാകത്തുള്ളൂ. അക്ഷരങ്ങളുടെ മഷികളുടെ കെട്ടുപാടുകൾക്ക്, നിയമങ്ങൾക്ക്, നിയമാവലികൾക്ക് അകത്തു നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയില്ല. പുറത്തൊരു മൂടുപടം കടന്നാൽ, ഏത് മോശ ഇട്ടതുപോലെ കാപട്യത്തിൻ്റെ ഡ്രാമയുടെ ഒരു മൂടുപടം ഇട്ടാൽ ആത്മാവിൻ്റെ ശുശ്രൂഷകനാകുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ആത്മീക അനുഭവങ്ങൾ പ്രാപിക്കുവാൻ കഴിയില്ല. രാത്രി എത്ര പേർ പറയും ഈ വൈകിയ വേളയിൽ, കർത്താവേ എൻ്റെ മൂടുപടം ഒന്ന് കീറി മാറട്ടെ. യേശുവിൻ്റെ പ്രത്യേകത, അവൻ മൂടുപടം കീറുന്നവനാണ്. അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ കിടന്ന മൂടുപടം മുകൾ തൊട്ട് അടിയോളം രണ്ടായി കീറി മാറി. അവൻ മൂടുപടം കീറുന്നവനാണ് കേട്ടോ. അവങ്കിലേക്ക് നോക്കിയാൽ നമ്മുടെ മേലിട്ടിരിക്കുന്ന ചില മൂടുപടങ്ങൾ കീറും. ഇന്ന് വരെ യേശുവിൻ്റെ തേജസ് വെളിപ്പെടാത്തതിൻ്റെ കാരണം, യേശുവിൻ്റെ തേജസ് ലോകം കാണുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം നമ്മളിൽ നിന്ന് വെളിപ്പെടാത്തതിൻ്റെ കാരണം, ഹല്ലേലൂയ, ഏതൊക്കെയോ മൂടുപടം കിടക്കുന്നു, ഏതൊക്കെയോ അക്ഷരങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു അന്തികാല ഉണർവിൻ്റെ ആർപ്പുവിളിയുടെ തലമുറയായി മാറുവാൻ, ഒരു മിഡ് നൈറ്റ് ക്രൈയുടെ തലമുറയായി മാറുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. അഗ്നി കാണേണ്ടത് ഞങ്ങളുടെ ദർശന കണ്ണുകളല്ല. അഗ്നി കാണേണ്ടത് ഞങ്ങളുടെ ദർശന കണ്ണുകളല്ല. അഗ്നി കാണേണ്ടത് ഞങ്ങളെ കാണുന്ന ബാഹ്യലോകമാ. ഹലോ, അഗ്നി കാണേണ്ടത് പുറത്തുനിന്ന് ഞങ്ങളെ നോക്കുന്നവർ പറയണം, നിന്നെ നോക്കാനൊക്കത്തില്ല, നീ തീയാണെന്ന് പറയത്തക്കവണ്ണം അഗ്നിയായി മാറുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിന്റെ മേൽ തേജസ് ഉണ്ടെന്ന് പറയത്തക്കവണ്ണം. ഹല്ലേലൂയ. മൂടുപടം നീങ്ങിയ മുഖത്ത് ക്രിസ്തുവിൻ്റെ തേജസ് പ്രതിബിംബിക്കുമെങ്കിൽ അങ്ങനെ പ്രതിബിംബിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ കർത്താവ് ഈ ജനത്തെ ഏൽപ്പിച്ച് ഞങ്ങൾ